ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലുമായ അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സാധാരണ ഞായറാഴ്ചകളിൽ എയുടെ ഒരു ചരിത്രം, ആൽക്കോളിസം അനോണിമസിന്റെ ബുക്കായിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ബുക്ക് എന്ന് ഉള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന ആൽക്കോളിസം അനോണിമസിന്റെ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിന് തൊട്ട് മുമ്പായി നമ്മൾ എടുത്തിട്ടുള്ള കുറേ ദുരിതങ്ങളും സ്ട്രഗിളുകളും കഷ്ടപ്പാടുകളുടെയും ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ബിഗ് ബുക്കിന്റെ ജനനം എന്നാണ്. ആൽക്കഹോളിക് ഫൗണ്ടേഷൻ എന്ന ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്കയിലെ അനേകം ധനികരായിട്ടുള്ള ആളുകളുടെ അടുത്ത് പണസമ്പാദനത്തിനായി നമ്മൾ പോകുമെങ്കിലും പലയിടത്തു നിന്നും എതിരഭിപ്രായങ്ങളും റിജക്ഷനും ഒക്കെയാണ് കിട്ടിയതെങ്കിലും റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ചില അംഗങ്ങൾ, ആ ട്രസ്റ്റിലെ അന്നത്തെ കാലത്തെ ലോകത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള റോക്ക്ഫെല്ലറുടെ ഫൗണ്ടേഷൻ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണത്. ആ ട്രസ്റ്റിലെ അംഗങ്ങൾ നമ്മളെ സഹായിക്കാൻ തയ്യാറാവുകയും അങ്ങനെ ഒരു ആൽക്കഹോളിക് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങാനായിട്ട് ലക്ഷ്യം വെക്കുകയൊക്കെ ചെയ്തു. ഇതിനുള്ള കുറെ ആശയങ്ങൾ നമുക്ക് കിട്ടിയത് ഹാങ്പി എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു ബിസിനസ് ഫ്ലെയിം എന്ന് തന്നെ വിളിക്കാവുന്ന ഏകദേശം 6600ഓളം ആളുകളുള്ള കമ്പനിയെ നിയന്ത്രിച്ചിരുന്ന ഹാങ്പി ഒരുപക്ഷെ ഏകദേശം 4 വർഷക്കാലം ബിഗ് ബുക്കിന്റെ ജനനം വരെ, അല്ലെങ്കിൽ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നവരെ കുടിക്കാതിരുന്നതിന് ശേഷം വീണ്ടും ബിഗ് ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിന് ശേഷം അദ്ദേഹം വീണ്ടും മദ്യപിക്കുകയും പിന്നീടുള്ള 14 വർഷത്തിനുള്ളിൽ മദ്യപിച്ച് മരിക്കുകയും ചെയ്ത അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ആൽക്കഹോളിസം അനോണിമസിന് ഒരു കൈ നൽകി ഈ പറയുന്ന ഒരു ചെറിയ സമൂഹത്തിനെ ലോകം മുഴുവൻ എത്തിക്കാനുള്ള ആശയങ്ങൾ വിതരണം ചെയ്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന ഫോർഡ് കമ്പനിയുടെ ഓണറുടെ അടുത്ത് പൈസയ്ക്കായി സമീപിക്കാനായി ബിൽ ഡബ്ല്യു ചാൾസ് ബി ടൗൺസിനോട് ആവശ്യപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിന്റെ ഓണറോട് അദ്ദേഹത്തെ ബന്ധപ്പെടാനായിട്ടുള്ള ഒരു ലെറ്റർ ഒക്കെ തന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് ഇംഗ്ലീഷ് ഭാഗം പഠിച്ച് ഞാൻ മലയാളത്തിൽ വിവർത്തനം ചെയ്യാനാണ് ശ്രമിക്കുക. ഓക്കെ. Immediately reinforcing this built-in excuse for not getting involved, Bill tells Charles he is not going to feel badly if you conclude that you had rather not be concerned with this thing. അതായത് ചാൾസ് ബി ടൗൺസിനോട് പറയാണ്, നിങ്ങൾ ഒരു എക്സ്ക്യൂസ് ആയിട്ട് കാണാതെ, അല്ലെങ്കിൽ എക്സ്ക്യൂസ് എന്തെങ്കിലും ഒരു ഒഴിവ് കണ്ടെത്താതെ ഈ കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യണം. കാരണം നിങ്ങളിത് പരിഗണിച്ചില്ലെങ്കിൽ എനിക്ക് ടു അതർ വെന്യൂസ് ഓഫ് അപ്രോച്ചിങ് ഫോർഡ് ഹാസ് ഓൾറെഡി കൺസിഡർഡ്, നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ മറ്റ് 2 മാർഗം കൂടി എൻ്റെ മുന്നിലുണ്ട് അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെടാൻ. ദ ഫസ്റ്റ് ഓഫ് ദിസ് വാസ് സ്റ്റിൽ ഓപ്പൺ ഓപ്ഷൻ. ആദ്യത്തേത് ഒരു തുറന്ന സമീപനമാണ്. ഇറ്റ് മേ ബി വി ഷുഡ് സി മിസ്റ്റർ ഫോർഡ്സ് പബ്ലിസിറ്റി മാൻ മിസ്റ്റർ കാമറോൺ. അതായത് ഫോർഡിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി മിസ്റ്റർ കാമറോണിനാണ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അബൌട്ട് ദീസ് തിങ്സ് ഐ ഫ്രാങ്ക്ലി ഡോണ്ട് നോ, അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ആൻഡ് വുഡ് ലൈക്ക് ടു ഹാവ് യു ടെൽ മീ വാട്ട് യു റിയലി തിങ്ക്. അപ്പൊ ചാൾസിനോട് ചോദിക്കണം, നിങ്ങൾ എന്താണ് ശരിക്കും ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ഹെൻറി ഫോർഡുമായിട്ട് ബന്ധപ്പെടാനുള്ള എന്തെങ്കിലും ആശയം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ദ സെക്കൻഡ് ഓപ്ഷൻ, പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ബില്ല് പറയുന്നത് വാസ് ഓൺ ബിൽ ഹാഡ് ഓൾറെഡി ഡിസ്മിസ്ഡ്, അത് ഓൾറെഡി അവൻ ഒഴിവാക്കി എന്നുള്ളതാണ്. ഡോക്ടർ സൾഡൻ എന്ന് പറയുന്ന അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ സൾഡൻ കെയിം ടു മൈ മൈൻഡ്. അതായത് ബില്ല് പറയാണ്, എൻ്റെ മനസ്സിലേക്ക് സൾഡൻ എന്ന് പറഞ്ഞ ഡോക്ടർ കടന്നു വന്നു. ബട്ട് ഐ റിജക്റ്റഡ് ദ ഐഡിയ ആസ് ഹി ഈസ് ഡെഫിനറ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. കാരണം ഈ പറയുന്ന ഡോക്ടർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ട് വളരെ അസോസിയേഷൻ ഉള്ള ഒരാളാണ്. ആൻഡ് he might therefore carry the idea to Mr. Ford that this is an Oxford group matter. ഒരു പക്ഷേ ഈ ഡോക്ടർ ഇപ്പൊ ഹെൻറി ഫോർഡ്, അതായത് ഫോർഡിന്റെ ഓണറായിട്ടുള്ള ഹെൻറി ഫോർഡിന്റെ അടുത്ത് ഇത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞൊരു തടയിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബില്ല് പറയുന്നത്. ഇറ്റ് മൈറ്റ് ദെയർഫോർ ക്യാരി എൻ ഐഡിയ, ഒരു ആശയം മിസ്റ്റർ ഫോർഡിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു മാറ്ററാണ്, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി ഇസ് നോട്ട്. പക്ഷെ അത് അങ്ങനെയല്ല. ഡോക്ടർ ഫ്രാങ്ക് ജെ സെൽഡൻ ഹാഡ് ബീൻ ഫിസിഷ്യൻ ഇൻ ചീഫ് ഓഫ് അറ്റ് ഡെട്രോയിറ്റ് ജനറൽ ഹോസ്പിറ്റൽ. ഈ പറയുന്ന ഡോക്ടർ ഫ്രാങ്ക് ജെ സെൽഡൻ എന്ന് പറയുന്ന ആള് ഫിസിഷ്യൻ ഇൻ ചീഫാണ്. എവിടത്തെയാണ്? ഡെട്രോയിറ്റിലെ ജനറൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ഇൻ ചീഫാണ് സിൻസ് 1940. 1914 മുതൽ അവിടെയാണ് അദ്ദേഹം ജോലി വരുന്നത്. വെൻ ഹെൻറി ഫോർഡ് ടുക്ക് ഓവർ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ. അതായത്
ഈ ഹോസ്പിറ്റലിന്റെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിരുന്നത് ഹെൻറി ഫോർഡാണ്. ആൻഡ് എംബാർക്ക്ഡ് ഓൺ ഹിസ് പ്ലാൻ ടു മേക്ക് ഇറ്റ് എ റിവൽ ടു ജോൺസ് ഹോപ്കിൻസ് ഇൻ ബോത്ത് പവർ ആൻഡ് പ്രസ്റ്റീജ്. അപ്പം ഇത് ജോൺസ് ഹോപ്കിൻസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ അമേരിക്കയിലെ ഹോസ്പിറ്റലിനോട് തുല്യം ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ തന്റെ പ്രസ്റ്റീജിനോടൊപ്പം അത് വരാൻ പാകത്തിനാണ് അത് സാമ്പത്തിക സഹായമൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൂടിയാണ് ഈ ഡെട്രോയിറ്റിലെ ജനറൽ ഹോസ്പിറ്റൽ. ഇൻ ഹിസ് കൺക്ലൂഷൻ, അപ്പൊ കത്തിന്റെ അവസാനം ഇങ്ങനെ പറയാണ്: വിൽസൺ ടെൽസ് പാഴ്സൽസ് ദാറ്റ് വാട്ട് എവർ ദ കേസ് ഹി വുഡ് അപ്രീഷിയേറ്റ് ഇറ്റ് ഇഫ് ഹി കുഡ് പ്ലീസ് ലുക്ക് ഓവർ ദ മെറ്റീരിയൽ ആൻഡ് ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക് ഔട്ട് ടു ഡൺ അബൌട്ട് ഇറ്റ് ഇൻ ഡെട്രോയിറ്റ്. അപ്പം താൻ അയച്ചു കൊടുത്ത ഈ 2 അധ്യായത്തിലെ കാര്യങ്ങൾ നോക്കിയിട്ട്, ഈ മെറ്റീരിയൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കൃത്യമായിട്ട് അറിയിക്കുക. ഞാനത് ഡെട്രോയിറ്റ് വഴി അവരായിട്ട് ബന്ധപ്പെടണോ എന്നുള്ളതാണ് ബില്ല് ചോദിക്കുന്നത്. വി ഹാവ് നോ റെക്കോർഡ് ഓഫ് ചാൾസ് പാഴ്സൽസ് റെസ്പോൺസസ്. ചാൾസ് പാഴ്സൽസിന്റെ റെസ്പോൺസിനെ കുറിച്ച് ഒരു റെക്കോർഡും ഇപ്പോൾ ലഭ്യമല്ല. ബട്ട് ഓവർ ദ നെക്സ്റ്റ് സെവറൽ മന്ത്സ്, അടുത്ത കുറെ മാസക്കാലം, ബിൽ വിൽസൺ ഇൻ ഹിസ് ടിപ്പിക്കലി ടെനഷ്യസ് ഫാഷൻ, അതായത് സ്വന്തം ശൈലി, സ്വന്തമായിട്ടുള്ള ഒരു ശൈലിയിൽ വുഡ് റിലയൻസിലി കണ്ടിന്യൂ ഹിസ് എഫേർട്ട് ടു മേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഹെൻറി ഫോർഡ്. അതായത് ഹെൻറി ഫോർഡുമായിട്ട് ബന്ധപ്പെടാനായിട്ട് തൻ്റെതായ ശൈലിയിൽ പല മാർഗങ്ങളും ബിൽ ഡബ്ല്യു നോക്കി. ത്രൂ വാട്ട് എവർ അവന്യൂ ഹി കുഡ് ഫൈൻഡ്, ഏതെങ്കിലും തരത്തിലുള്ള ഏത് വേദിയാണേലും ഹെൻറി ഫോർഡുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടു ഇതിനെപ്പറ്റി സംസാരിക്കണമെന്നുള്ള അവസരങ്ങൾ ബിൽ ഡബ്ല്യു നോക്കിക്കൊണ്ടേയിരുന്നു. ബിസൈഡ്സ് എ ലേറ്റർ അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ് ബൈ ചാൾസ് ടൗൺസ് ടു പ്രൊവൈഡ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഫോർഡ്. അതായത് ഈ ചാൾസ് പി ടൗൺസ് ഹോസ്പിറ്റലിലെ ഓണറായ ചാൾസ് ഫോർഡുമായിട്ടുള്ള ഒരു ബന്ധപ്പെടുന്നതിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടില്ല. ബിൽ ആൻഡ് ദ റീസെന്റ് സോബർ ആർക്കി Trubadge visited with Dr. Sultan and Dr. Dwight C. Ensign, an intern specialist in addiction, Detroit General nearly March 1939. അതായത് ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് തൊട്ട് മുമ്പ് തന്നെ മാർച്ചിൽ 1939 ബില്ലും മറ്റൊരു സുബോധത്തിലെത്തിയ ആർക്കി ട്രോവാഡ്ബിച്ച് എന്ന് പറയുന്ന മറ്റൊരു എ മെമ്പറും കൂടി ഈ ഡോക്ടർ സെലൈഡിന്റെയും ഡോക്ടർ ഡിവൈറ്റിന്റെയും ഹോസ്പിറ്റലിൽ, അതായത് ഡിട്രോയിറ്റിലെ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ്, അവരെ സന്ദർശിച്ചിരുന്നു. ദാറ്റ് വിസിറ്റ് ഇറ്റ് സീംസ് ടു ഹാവ് മേഡ് എ ഫേവറബിൾ ഇംപ്രഷൻ. അതൊരു അനുകൂലമായ ഒരു സമീപനമായി മാറി. അപ്പോൺ ബോത്ത് ഓഫ് ദിസ് ഇമ്പോർട്ടൻറ്റ് ഡോക്ടേഴ്സ്, ബട്ട് ഇറ്റ് നോട്ട് നത്തിങ് ടു ഗെറ്റ് ബിൽ എനി ക്ലോസ് ടു ഗ്രേറ്റ് മാൻ ഹിംസെൽഫ്. അതായത് പക്ഷെ അവർ തമ്മിലുള്ള ബന്ധം നമ്മളെ ഒരുപാട് സഹായിച്ചെങ്കിലും ഹെൻറി ഫോർഡുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അതിന് സഹായിച്ചില്ല. ബട്ട് നൺ ഓഫ് ദിസ് എഫേർട്ട് എവർ പ്രൊഡ്യൂസ്ഡ് ദ ഓൾ ഇമ്പോർട്ടൻറ്റ് ഫേസ് ടു ഫേസ് മീറ്റിംഗ്. അതായത് ഈ തരത്തിലുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയെങ്കിലും ഒരു ഫേസ് ടു ഫേസ് മുഖാഭിമുഖം കാണുന്നതിന്, ഹെൻറി ഫോർഡിനെ കാണുന്നതിന് അവർക്ക് സാധിച്ചില്ല. വിത്ത് ദ ഗ്രേറ്റ് ഓട്ടോമൊബൈൽ മേക്കർ ഓർ ദ ഓട്ടോമൊബൈൽ വേണം, നമുക്കറിയാം അന്നത്തെ കാലത്തെ കാർ വിപണിയിലെ ഏറ്റവും പ്രസിദ്ധനാണ് ഫോർഡ്. അപ്പൊ ഹെൻറി ഫോർഡിനെ കാണാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല. ഓർ ദ റിസൾട്ട് ദാറ്റ് ബിൽ വിൽസൺ സോ ഡെസ്പറേറ്റ്ലി വാണ്ടഡ്. തീർച്ചയായും ബിൽ വിൽസൺ അദ്ദേഹത്തിനെ കാണേണ്ടതുണ്ടായിരുന്നു. ഏകദേശം രണ്ടാമത്തെ ധനികനായ മനുഷ്യനായിരുന്നു റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന് ശേഷം രണ്ടാമത്തെ ധനികൻ, അമേരിക്കയിലെ രണ്ടാമത്തെ ധനികനായ മനുഷ്യനെയാണ് സമീപിച്ചത്. എ റിംഗിങ് എൻഡോഴ്സ്മെന്റ് ഫ്രം ഹെൻറി ഫോർഡ് അലോങ് വിത്ത് എ ജനറസ് കോൺട്രിബ്യൂഷൻ ആസ് എ കോൺക്രീറ്റ് എക്സ്പ്രഷൻ ഓഫ് ഹിസ് കമ്മിറ്റ്മെന്റ് ടു ദെയർ ന്യൂ മെത്തേഡ്സ് ഫോർ സ്റ്റേയിങ് സപ്പോർട്ട്. അപ്പം ഹെൻറി ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ നിന്ന് ഒരു ജനറസ് കോൺട്രിബ്യൂഷൻ, വളരെ ഉദാരമായ ഒരു സംഭാവന നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഈ പുതിയ മെത്തേഡ്, മദ്യാസക്തരെ രക്ഷിക്കുന്നതിനുള്ള ഒരു പുതിയ മെത്തേഡ് അദ്ദേഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും ആ കമ്മിറ്റ്മെന്റിൽ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് തീർച്ചയായും ഒരു ബന്ധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ബിൽ വിൽസൺ പറയുന്നത്. ബിൽ സീക്സ് ഡോക്ടർ ബോബ് സപ്പോർട്ട്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ബില്ല് ഡോക്ടർ ബോബിന്റെ സപ്പോർട്ട്, സഹായം ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്തുണ ആവശ്യപ്പെടുന്നുണ്ട്. ഹെൻറി ഫോർഡ് വാസ് ഇൻ ദ ഓൺലി പേഴ്സൺ ബിൽ വിൽസൺ വാസ് അഗ്രസീവ്ലി പെർസ്യൂയിങ് ഡ്യൂറിംഗ് ദോസ് ഏർലി ഡേയ്സ് ഓഫ് ഓഗസ്റ്റ്. ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ ഹെൻറി ഫോർഡിനോട് മാത്രമല്ല മറ്റനേകം ആളുകളോടും അദ്ദേഹം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ബിൽ വിൽസൺ വാസ് അഗ്രസീവ്ലി പെർസ്യൂയിങ് എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടിയും ഉത്സാഹത്തോടു കൂടിയും പല ആളുകളെയും ബന്ധപ്പെടുന്നുണ്ട്. The other major target was Dr. Bob Smith, whose support he needed to ensure that the Akron group didn't wander off on some completely divergent path of its own. മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബോബാണ്. ഡോക്ടർ ബോബിന്റെ ഉദാരമായ സംഭാവന അദ്ദേഹത്തിന്, അല്ലെങ്കിൽ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. കാരണം അക്രോൺ ഗ്രൂപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പായ അക്രോൺ ഗ്രൂപ്പിനെ അവരെ സംബന്ധിച്ച് അവർ ഒരു ലക്ഷ്യമില്ലാതെ അറിയാണ്, കംപ്ലീറ്റ്ലി
ഡെവർജന്റ് പാത്ത് ഓഫ് ഇറ്റ്സ് ഓൺ, അതായത് സ്വന്തമായിട്ടൊരു വഴിവെട്ടി സ്വന്തമായിട്ടുള്ള നിലയിൽ അവർ പിന്തുടരുകയാണ്. At this critical juncture, Wilson realized just how crucial it was that everyone be moving in the same general direction, and he was committed to doing everything in his power. അതായത് ഓരോ ഗ്രൂപ്പും തുടങ്ങി ഓരോ ഗ്രൂപ്പും അവരവരുടേതായ വഴിയിലൂടെ മുന്നോട്ട് പോകാതെ ഒരു പൊതുവായ വഴി സൃഷ്ടിച്ചെടുക്കുക, എല്ലാ ഗ്രൂപ്പുകളെയും ഒന്നിച്ചു ചേർത്ത് ഒരു പൊതുവായ വഴി സൃഷ്ടിച്ചെടുക്കാനാണ്, ആ ഒരു ശക്തി ഉണ്ടാക്കാനാണ് ബിൽ വിൽസൺ ശ്രമിക്കുന്നത്. It was the only way to prevent the movement from coming apart of the seams to flying off into several different rival functions. ഇങ്ങനെ ഒന്നിച്ച് എല്ലാ ഗ്രൂപ്പുകളെയും ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ഇവര് പല ഭാഗങ്ങളായി ചിന്നിച്ചെതിരി പോകും. പിന്നീട് ഒരുപക്ഷെ അങ്ങനെ ഒരു ഫെലോഷിപ്പ് രൂപം കൊള്ളാനും സാധ്യതയില്ല. അപ്പോൾ അന്ധതയിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ പറന്നുകൊണ്ടിരുന്ന ഈ ഗ്രൂപ്പുകളെല്ലാം ചേർത്ത് നിർത്തി ഒരു പൊതുവായിട്ടുള്ള ഒരു ചില തത്വങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു എല്ലാവരും കൂട്ടിച്ചേർത്ത് നിർത്താനായിട്ടുള്ള മാർഗങ്ങളാണ് ബിൽ വിൽസൺ അന്വേഷിച്ചിരുന്നത്. അപ്പോൾ അടുത്തത് ഫൗണ്ടേഷൻ. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ജനറൽ സർവീസ് ഓഫീസ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് ആൽക്കഹോളിക് ഫൗണ്ടേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് അത് ജനറൽ സർവീസ് ഓഫീസ് അല്ലെങ്കിൽ GSO എന്നുള്ള രീതിയിൽ പേര് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പൊ ഫണ്ട് റൈസിങ് ഫോർ എ ഫൗണ്ടേഷൻ. അപ്പൊ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റൈസിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ധനശേഖരണത്തെ കുറിച്ചാണ് അടുത്ത ഭാഗം വിവരിക്കുന്നത്. ഡോക്ടർ ബാബു വാസ് സ്റ്റിൽ ഹോപ്പ്ഫുൾ ദാറ്റ് ആൻ ആൽക്കഹോളിക് ഹോസ്പിറ്റൽ കുഡ് ബി ഓപ്പൺ ഇൻ അക്രോൺ അണ്ടർ ഹിസ് ലീഡർഷിപ്പ്. ഇതേ സമയം ഡോക്ടർ ബോബ് തന്റെ നേതൃത്വത്തിൽ ഒരു മദ്യാസക്തർക്കായിട്ടുള്ള ഒരു ആശുപത്രി അക്രോണിൽ തുടങ്ങുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ തുടങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിയുകയാണ്. ബട്ട് ദാറ്റ് വുഡ് ഓൺലി ഹാപ്പൻ ഇഫ് മണി കുഡ് ബി ഫൗണ്ടഡ് ടു ഫണ്ട് ഇറ്റ്. പക്ഷേ അങ്ങനെ ഒരു ആശുപത്രി തുടങ്ങണമെങ്കിൽ ധാരാളം പണം ആവശ്യമുണ്ട്. ആരെങ്കിലും പണം നിക്ഷേപിച്ചാൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. സോ ഓൾദോ ഹി വാസ് സ്റ്റിൽ ലോക്കലി സൈലന്റ് ഓൺ ദ മാറ്റർ ഓഫ് മണി. അപ്പോ അക്രോൺ ഗ്രൂപ്പുകാർക്ക് നമ്മൾക്കറിയാം, പണം ബുക്കിന് വേണ്ടിയുള്ള പണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല, പണം ന്യൂയോർക്കിൽ പോയി അവിടെയുള്ള ധനികരായ ആളുകളോട് ചോദിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞ അക്രോൺകാരോട് ഇപ്പൊ തീർച്ചയായും ബോബും ലോക്കലി സൈലന്റ് എന്ന് വെച്ചാൽ തന്റെ പ്രദേശത്ത് നിശബ്ദനായ പണത്തെക്കുറിച്ച് ഉള്ള കാര്യത്തിൽ നിശബ്ദനായി ഇരിക്കുകയാണ് ചെയ്തത്. ബോബ് വാസ് ഫാമിലി കമ്മിറ്റഡ് ടു ബിൽസ് ഫണ്ട് റൈസിംഗ് എഫേർട്ട്. അതിനർത്ഥം ബോബ് പൂർണ്ണമായിട്ടും ബിൽ ഡബ്ല്യുവിന്റെ ഈ തരത്തിലുള്ള ഫണ്ട് റൈസിങ് അല്ലെങ്കിൽ ഇപ്പൊ ധനശേഖരണത്തിന്റെ എഫേർട്ടിന് ചാരി നിൽക്കുകയായിരുന്നു. ഇൻ എ ലോങ് ലെറ്റർ ടു ഹിം ലേറ്റ് ജൂൺ, ബിൽ ഹാസ് ആസ്ക്ഡ്. ഒരു ജൂൺ മാസത്തില് എഴുതിയ ലെറ്ററിൽ ബില്ല് ബോബിനോട് ഇങ്ങനെ ചോദിച്ചു: വാട്ട് വുഡ് യു തിങ്ക് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് എ ചാരിറ്റബിൾ കോർപ്പറേഷൻ ടു ബി കോൾഡ് ലെറ്റസ് എ ആൽക്കഹോളിക്സ് അനോണിമസ്. അതായത് ബില്ലിങ്ങനെയാണ് ചോദിക്കുന്നത്, നമുക്കൊരു ചാരിറ്റബിൾ കോർപ്പറേഷൻ തുടങ്ങിയാൽ എന്താണ്, അതിന്റെ പേര് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് ആക്കിയാലോ? മണി കമ്മിങ് ഇൻ ഫ്രം ദ ബുക്ക് കുഡ് ബി ഹാൻഡിൽഡ് ത്രൂ ഇറ്റ് വിൽ വെൽ ആസ് എനി ഫണ്ട്സ് അറൈസിംഗ് ഫ്രം കോൺട്രിബ്യൂഷൻ ബൈ കോർപ്പറേഷൻ ബെനിഫിറ്റഡ് ബൈ അവർ വർക്ക്. അതായത് നമ്മളുടെ പ്രവർത്തികൾക്ക് ആവശ്യമായിട്ടുള്ള പണം ബുക്കിന്റെ വിൽപ്പനയിൽ നിന്നും മറ്റ് പല സോഴ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കാനിടയുണ്ട്. അപ്പോൾ ഈ കോർപ്പറേഷൻ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഈ കോർപ്പറേഷനിൽ നമ്മൾ പൈസ ഇട്ട് നമ്മുടെ വർക്കിനെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വി ഷുഡ് ഓൾവേസ് റിമെമ്പർ, നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്, ദാറ്റ് പെർഹാപ്സ് സം ഡേ അവർ ആക്ടിവിറ്റീസ് വിൽ ബി സ്ക്രൂട്ടനൈസ്ഡ് ബൈ ഹോസ്റ്റൈൽ മൈക്രോസ്കോപ്സ് വിത്ത് ദ ഐഡിയ ഓഫ് പ്രൂവിങ് വി ആർ എ റാക്കറ്റ്. അതായത് അന്നത്തെ കാലത്ത് മദ്യാസക്തരെ സഹായിക്കാനായി കടന്നു വന്നിട്ടുള്ള പല ഹോസ്പിറ്റലുകൾ, പല കാര്യങ്ങളൊക്കെ വ്യാപകമായ ആശുപത്രികളില്ലെങ്കിലും ചില റാക്കറ്റ് പോലെ ആശുപത്രികളിലേക്ക് രോഗികളെ കൊണ്ടുപോകാനായിട്ട് പല കാര്യങ്ങളും ശ്രമിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഒരു ദിവസം നമ്മുടെ പ്രവൃത്തികൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷ്മമായി മൈക്രോസ്കോപ്പിലൂടെ ആളുകൾ പരിശോധിക്കാനിടയുണ്ട്. നമ്മളുടെ ആശയങ്ങളെ ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും റാക്കറ്റുകളായിട്ടോ അല്ലെങ്കിൽ മാഫിയായിട്ടോ അവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ് വി നൗ ഫോം എ കോർപ്പറേഷൻ, ഇപ്പൊ നമ്മളൊരു കോർപ്പറേഷൻ രൂപീകരിച്ച് ഹൂസ് കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ബൈ എ ബോർഡ്, അതായത് ആ ഒരു ബോർഡിന്റെ നിയന്ത്രണത്താൽ കമ്പോസ്ഡ് ലാർജ്ലി ഓഫ് ഡിസ്ഇൻട്രസ്റ്റഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് പീപ്പിൾ. അതായത് ആ ബോർഡ് എങ്ങനെയായിരിക്കണം? തീർച്ചയായും നോൺ ആൽക്കഹോളിക് ആളുകൾ, ആൽക്കഹോളിക് അല്ലാത്ത ആളുകൾ നയിക്കുന്ന ആ ബോർഡിലൂടെ വേണം നമ്മുടെ കോർപ്പറേഷൻ നിയന്ത്രിക്കപ്പെടാൻ. വി ഷാൽ ഹാവ് ക്ലോസ്ഡ് ദ ഡോർ ടു സച്ച് ക്രിറ്റിസിസം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ സൂക്ഷ്മമായി നമ്മുടെ പ്രവർത്തികളെ പരിശോധിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളെ പറ്റി ക്രിറ്റിസിസം, വിമർശനം നടത്തുന്നവർക്ക്
നേരെ വാതിൽ കൊട്ടിയടയ്ക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദ ട്രസ്റ്റീസ് ഓഫ് ദിസ് കോർപ്പറേഷൻ കുഡ് അഡ്മിനിസ്റ്റർ ബൈ എനി അതർ എന്റർപ്രൈസ് വി മൈറ്റ് വാണ്ട് ടു എൻഗേജ് ഇൻ. അപ്പോൾ ഇത്തരം ബോർഡിലെ ട്രസ്റ്റികൾക്ക് അല്ലെങ്കിൽ ആ കോർപ്പറേഷനിലെ ട്രസ്റ്റികൾക്ക് അവർക്ക് പല സ്ഥാപനങ്ങളും ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ സച്ച് ഫോർ ഇൻസ്റ്റൻസ് ഓർ സാനിറ്റോറിയമുകളോ ഡി അഡിക്ഷൻ സെന്ററുകളോ ഇങ്ങനെയുള്ള നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയും. വിൽസൺസ് ഇൻക്ലൂഷൻ ഓഫ് ദ ഫൈനൽ വേർഡ് സാനിറ്റോറിയം, അതായത് ഈ സാനിറ്റോറിയം ഇപ്പൊ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അന്നത്തെ കാലത്ത് മദ്യാസക്തരോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളായവരെ കൊണ്ടുപോയി ഇട്ടിരുന്ന സ്ഥലത്തിന്റെ പേരാണ് സാനിറ്റോറിയം. ഹിയർ ഈസ് ഹാർഡ്ലി സബ്റ്റിൽ ബട്ട് ഇറ്റ് അണ്ടർലൈൻസ് ദ വെരി റിയൽ പോസിബിലിറ്റി ദാറ്റ് ദേ വുഡ് ബി എസ്റ്റാബ്ലിഷിംഗ് ആൻ ആൽക്കഹോളിക്സ് ഓൺലി റിക്കവറി ഫെസിലിറ്റീസ് ഇൻ ആക്രോൺ ജസ്റ്റ് ആസ് സൂൺ ആസ് ദ മണി became അവൈലബിൾ. പണം ലഭ്യമാക്കുന്ന മുറയ്ക്ക് അക്രോണിൽ ആൽക്കഹോളിക്സിന് അല്ലെങ്കിൽ മദ്യാസക്തർക്ക് മാത്രമായിട്ട് ഒരു റിക്കവറി ഫെസിലിറ്റീസ്, ഒരു വീണ്ടെടുക്കലിന്റെ ഒരു സ്ഥാപനം സ്ഥാപിക്കാൻ അവർക്ക് തീർച്ചയായും ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് ഇവിടെ സാനിറ്റോറിയം എന്ന് ആ ലെറ്ററിൽ എഴുതാൻ കാരണം. അത് പ്രത്യേകം അത് അണ്ടർലൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് വെൻ ദാറ്റ് ഹാപ്പി ഡേ ഡിഡ് കം, അപ്പൊ ആ സന്തോഷപൂർണമായ ആ ദിവസം കടന്നു വരുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഓൾ ദ വണ്ടർഫുൾ വർക്ക് ഡോക്ടർ ബോബ് സ്മിത്ത് വാസ് പ്രസന്റ്ലി ഡൂയിങ് വിത്ത് ആൽക്കഹോളിക്സ്. അതായത് അന്നത്തെ കാലത്ത് ഡോക്ടർ ബോബ് ആൽക്കഹോളിക്സുമായിട്ട് ധാരാളം ജോലി ചെയ്തിരുന്നു. നമുക്കറിയാം 1935 മുതൽ 1950 വരെ 5000-ഓളം ആൽക്കഹോളിക്സിനാണ് അദ്ദേഹം ചികിത്സ കൊടുക്കുകയും സുബോധാവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹം തുടർച്ചയായിട്ടുള്ള ധാരാളം വർക്കുകൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. കുഡ് ബി പെർഫോംഡ് ഇൻ എ ഫസ്റ്റ് റേറ്റ് ഫെസിലിറ്റി വിത്ത് adequate medical and spiritual resources along with best of all a regular pay check for the director. അതായത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ തീർച്ചയായും ഡോക്ടർ ബോബ് ആയിരിക്കും അതിന്റെ ലീഡർഷിപ്പ് ഉണ്ടാകുക. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു പേ ചെക്ക് അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന തരത്തിൽ നമുക്ക് ഒരു ഏറ്റവും ക്വാളിറ്റിയുള്ള ഫസ്റ്റ് റേറ്റ് ഫെസിലിറ്റി, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാനും അതിനകത്ത് വൈദ്യശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ ചികിത്സിക്കാനും സാധിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. 3 weeks later, 3 ആഴ്ചകൾക്ക് ശേഷം, ഇൻ ബിൽസ് ജൂലൈ 50 ലെറ്റർ ടു ബോബ്, ബില്ലിന്റെ ജൂലൈ 15-ാം തീയതിയിലെ ഡോക്ടർ ബോബിന്റെ ലെറ്ററിൽ ഹി മേക്സ് നോ മെൻഷൻ ഓഫ് ദ പോസിബിലിറ്റി ഓഫ് സെറ്റിംഗ് അപ്പ് എ ഫൗണ്ടേഷൻ. അദ്ദേഹം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നതിനെ പറ്റി പറയുന്നില്ല. ഓൾദോ ഹി ഡിഡ് ടെൽ ഹിം അബൌട്ട് ദെയർ പ്ലാൻ ടു put the bite on several very rich and prominent men over the next few weeks. അടുത്ത കുറെ ആഴ്ചകളായി അമേരിക്കയിലെ ഏറ്റവും ധനികരായ ആളുകളെ സമീപിക്കുന്നതിനെ പറ്റിയുള്ള പ്ലാനുകളെ പറ്റിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഫണ്ട് റൈസിംഗ് ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള ധനശേഖരണത്തിന് പ്രവർത്തനങ്ങൾ, ഹി സെഡ് മേഡ് ഇറ്റ് ഇമ്പോസിബിൾ ടു predict when he might be coming to Akron again. അപ്പോൾ ആ ലെറ്ററിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എന്നാണ് എനിക്ക് അക്രോണിലേക്ക് വരാൻ കഴിയുക എന്ന് എനിക്ക് തീർച്ചയില്ല. ബട്ട് ഈവൻ വിത്തൗട്ട് എ വിസിറ്റ് ടു ഒഹായോയിലെ സന്ദർശനം കൂടാതെ ദ ടു മെൻ ഡിഡ് മാനേജ് ടു ഹാവ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഡ്യൂറിങ് ദ നെക്സ്റ്റ് 2 weeks. അപ്പോൾ നേരിട്ട് അക്രോണിൽ പോയില്ലെങ്കിലും അടുത്ത 2 ആഴ്ചകളിൽ ഈ 2 വലിയ മനുഷ്യർ തമ്മിലുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരുന്നു. വഴി ഏതർ ടെലിഫോൺ ഓർ അൺസേവ്ഡ് കറസ്പോണ്ടൻസ്, ഒന്നില്ലെങ്കിൽ ടെലിഫോൺ വഴി അല്ലെങ്കിൽ ഇത്തരം ലെറ്ററുകൾ വഴി, അല്ലെങ്കിൽ പലപ്പോഴും ഈ ചില കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ലെറ്ററുകളുടെ എല്ലാം കോപ്പികൾ നമുക്ക് ലഭ്യമാകാതിരിക്കുന്നുണ്ട്. അബൌട്ട് ദ ക്രിയേഷൻ ഓഫ് ഫൗണ്ടേഷൻ, അപ്പോൾ ഈ പറയുന്ന ഒരു ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. ഡിസ്കഷൻ ദാറ്റ് റിസൾട്ടഡ് ഇൻ ഡോക്ടർ ബോബ് സ്മിത്ത് എഗ്രീയിങ് ടു സെർവ് ആസ് വൺ ഓഫ് ദ ട്രസ്റ്റീസ് ഓഫ് ദ ന്യൂ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ. അപ്പം ഡോക്ടർ ബോബ് സ്മിത്ത് സമ്മതിക്കുകയാണ്, ഞാനും പുതിയ ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ ഒരു ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കാം. ദിസ് മസ്റ്റ് ഹാവ് പ്ലീസ്ഡ് ബിൽ ഇമ്മൻസ്ലി. അപ്പോൾ അദ്ദേഹം അങ്ങനെ സമ്മതിച്ചത് ബില്ലിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. നോട്ട് ഓൺലി ഡിഡ് ഹിസ് അക്സെപ്റ്റൻസ് ഓഫ് ദിസ് പബ്ലിക് പൊസിഷൻ, അതായത് നമുക്ക് ഡോക്ടർ ബോബിനെ അറിയാം, ഒരു പബ്ലിക് ഫെയിം ആകാനോ താൻ ചെയ്യുന്ന വർക്കിന് എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല അദ്ദേഹം പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നത്. തികച്ചും ബില്ലും ബോബും എന്ന് പറയുന്നത് രണ്ടുപേരും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രം ധാരാളം വഴിക്ക് ദരിദ്രരായി തീർന്നവരാണ്. നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ബിൽ ഡബ്ല്യു നമ്മുടെ ബുക്ക് ഇറങ്ങിയതിന് ശേഷം ഏകദേശം 42ഓളം വാടക വീടുകളിൽ മാറി മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വളരെ നല്ല കുടുംബത്തിലും വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള കുടുംബത്തിൽ പെടുന്ന ആളായിരുന്ന ബിൽ ഡബ്ല്യുവിനും ഡോക്ടർ ബോബിനും
അത്തരത്തിലുള്ള ഈ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തോടുകൂടി വളരെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നതൊക്കെയായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. അപ്പോൾ ബോബ് ബില്ലിനേക്കാൾ അല്പം കൂടി വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം പബ്ലിക് ഫെയിമില് ഒരു തരത്തിലും മുൻപന്തിൽ വന്നുകൊണ്ടിരുന്ന ആളല്ല. പക്ഷെ ഡോക്ടർ ബോബ് ഈ പബ്ലിക് പൊസിഷൻ, ഈ ട്രസ്റ്റി എന്ന് പറയുന്ന പബ്ലിക് പൊസിഷൻ മോർ ഫാമിലി കമ്മിറ്റ്മെന്റ് ടു ദ അംബിഷ്യസ് ന്യൂയോർക്ക് പ്ലാൻസ്, അതായത് അത് സമ്മതിക്കാനുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റി എന്ന് പറയുന്ന പബ്ലിക് പൊസിഷൻ സമ്മതിക്കാനുള്ള ഒരു കാരണം ന്യൂയോർക്കുകാർ കാണിക്കുന്ന, അല്ലെങ്കിൽ ന്യൂയോർക്കിലെ നമ്മുടെ മെമ്പേഴ്സ് കാണിക്കുന്ന പദ്ധതികളോട് അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ടായിരുന്നു. ഇറ്റ് ഓൾസോ അലൗഡ് ദം ടു ആഡ് ഹിസ് നെയിം ടു ദെയർ മസ്റ്റ് ഹെഡ്, അതായത് അവരുടെ തലപ്പത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് എഴുതാനും അദ്ദേഹം സമ്മതിച്ചു. ഇമ്മീഡിയറ്റ്ലി ബ്രിങ്ങിങ് എ മച്ച് നീഡഡ് ടോൺ ഓഫ് പ്രൊഫഷണലിസം ആൻഡ് റെസ്പെക്ടബിലിറ്റി ടു ദ ഫൗണ്ടേഷൻ. അപ്പം ഉടനെ തന്നെ ഇതിനൊരു ഒരു പ്രൊഫഷണലിസം ഈ ഫൗണ്ടേഷന് ഒരു പ്രൊഫഷണലിസം കടന്നു വരികയും ഒരു ബഹുമാനവും കടന്നു വരികയും ചെയ്തു ഡോക്ടർ ബോബിന്റെ ഈ സമ്മതത്തോടു കൂടി. ഗെറ്റിംഗ് ദ അക്രോൺ സ്റ്റോറീസ് ഫോർ ദ ബുക്ക്. അപ്പം അക്രോണിലെ ഈ പറയുന്ന മദ്യാസക്തരായ അല്ലെങ്കിൽ കുടിയന്മാരായ കൂട്ടത്തിന്റെ കഥകള് ബുക്കിലേക്ക് വേണ്ടിയിട്ട് ശേഖരിക്കാൻ തുടങ്ങി. But establishing a foundation wasn't the only thing they discussed during those late July talks. അതായത് ജൂലൈയിലെ ഈ സംസാരത്തിനിടയിൽ ഈ ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ കാര്യങ്ങൾ മാത്രമല്ല അവർ സംസാരിച്ചത്. വിൽസൺ വാസ് ആൻഷ്യസ് ടു ഗെറ്റ് ദ ഒഹായോ മെമ്പേഴ്സ് കമ്മിറ്റഡ് ടു ഹിംസ് വിഷൻ ഫോർ എ, അതായത് ഒഹായോ മെമ്പേഴ്സിനോട് ആൽക്കഹോളിക്സ് അനോണമസിനെ കുറിച്ചുള്ള ദർശനം അവരുടെ എന്താണ്. ആൻഡ് ഹി തോട്ട് ദ ബെസ്റ്റ് വേ ടു ഡു ദാറ്റ് വാസ് ടു ഗെറ്റ് ദാറ്റ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ ബുക്ക് പ്രൊജക്ട്. അവരെ നമ്മുടെ ബുക്ക് പ്രൊജക്റ്റിലേക്ക് ഇൻവോൾവ് ചെയ്യണം. നമുക്കറിയാം അവർക്ക് പണമില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ, അല്ലെങ്കിൽ പണം സ്വരൂപിക്കാനായിട്ട് തയ്യാറല്ലാത്ത ഒറ്റ കാരണത്താൽ വിട്ട് മാറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരെ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്ത ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റിൽ അവരെ പങ്കാളിയാക്കുക എന്നുള്ളതാണ്. ഹി വാണ്ടഡ് സ്മിത്ത് ടു ബി മച്ച് മോർ അഗ്രസീവ് ആൻഡ് ഇൻസിസ്റ്റ് ദാറ്റ് ദ അക്രോൺ ആൽക്കഹോളിക് would start writing their own stories for the proposed book. അതായത് നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ബുക്കിലേക്കായി ധാരാളം കഥകൾ എഴുതാനായി മോർ അഗ്രസീവ് ആൻഡ് ഇൻസിസ്റ്റ്, അതായത് വളരെ ഉത്സാഹത്തോടു കൂടി പെട്ടെന്ന് തന്നെ അത് അവരെ പ്രേരിപ്പിക്കുക, കഥകൾ എഴുതാനായി ആൽക്കഹോളിക് സ്ക്വാഡിനെ പ്രേരിപ്പിക്കാനായിട്ട് ഡോക്ടർ സ്മിത്തിനോട് അല്ലെങ്കിൽ ബോബ് സ്മിത്തിനോട് ബിൽ ഡബ്ല്യു ആവശ്യപ്പെടുകയാണ്. Bill had already sent him a copy of Hank's list of the professions and the abuse corresponding members, the majority to whom were in Akron. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഹാങ്കിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ വായിച്ചാണ്, ഹാങ്സ് ഐഡിയാസിൽ നമ്മൾ വായിച്ചതാണ്. പലതരം ജോലികൾ എടുക്കുന്ന, പലതരം ജോലിയുള്ള ഡോക്ടർമാരായാലും ഫിസിഷ്യൻസ് അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയേഴ്സ്, പത്രപ്രവർത്തകര്, അങ്ങനെ പലതരം ജോലികളുള്ളവരുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഓൾറെഡി അവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഹാങ്കിന്റെ ലിസ്റ്റ് ആണത്. പ്രൊഫഷൻസിന്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് ദാറ്റ് ഹി വാണ്ടഡ് ടു ഇൻക്ലൂഡ് ഇൻ ദ സ്റ്റോറി സെക്ഷൻസ്, അങ്ങനെയുള്ള ആളുകളെ എല്ലാം ഈ പറയുന്ന സ്റ്റോറി സെക്ഷനിലേക്ക് ഉൾപ്പെടുത്തണം. കാരണം അത് മെജോറിറ്റി എവിടെയാണുള്ളത്? അക്രോണിലാണ് അത്തരം അംഗങ്ങൾ കൂടുതലായിട്ടുള്ളത്. So how were those stories progressing and how soon could be expected to see some finished copies of the stories coming in from Ohio? അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ചില കോപ്പികളും കഥകളും ഒഹായോയിൽ നിന്ന് അവർക്ക് ലഭിക്കും. വാട്ട് എവർ ദ സബ്സ്റ്റൻസ് ഓഫ് ദർ earlier discussion, Bob had some questions about exactly what Bill was looking for and he wrote back asking for clarification. Smith's letter has been lost, but Wilson's reply on August 7 supplies some candid advice on how the Ohio members should go about writing their personal stories. അതായത് ഡോക്ടർ ബോബ് ബിൽ വിൽസണോട് ചില കത്തുകൾ വഴി ചില കാര്യങ്ങൾ, ചില ക്ലാരിഫിക്കേഷൻ, ഈ കഥകൾ എഴുതുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ചില ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ സ്മിത്ത് എഴുതിയ ലെറ്റർ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ അതിന് മറുപടിയായി ഓഗസ്റ്റ് 7 ബിൽ വിൽസൺ എഴുതിയ കത്തുകൾ നമുക്ക് ഇപ്പോഴും ലഭ്യമാണ്. ആ കത്തിൽ അദ്ദേഹം പറയുന്ന ചില കാൻഡിഡ് അഡ്വൈസ്, പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ നമുക്ക് കാണാം. ഡിയർ ബോബ്, താങ്ക്സ് ഫോർ യുവർ ഗുഡ് ലെറ്റർ. നിങ്ങളുടെ നല്ല കത്തിന് നന്ദി. അബൌട്ട് ദ സ്റ്റോറീസ്, സ്റ്റോറിയെ പറ്റി പറയുമ്പോൾ ഐ ഷുഡ് സേ, ഞാൻ ഇങ്ങനെ പറയും, ദാറ്റ് എവരി വൺ ഷുഡ് റൈറ്റ് വാട്ട് എവർ ലെങ്ത് ദേ വാണ്ട് ടു. എല്ലാവരും എഴുതണം, അവർക്ക് ഇഷ്ടമുള്ള അത്രയും അവരെഴുതട്ടെ. ദ മോർ ദ ബെറ്റർ.
കൂടുതൽ എഴുതുമ്പോൾ നന്നായി എഴുതാൻ കഴിയും. Then the 1000-word manuscript can be edited down to the right size. അങ്ങനെ ഈ പറയുന്ന 1000 വാക്കുകൾ എങ്കിലും ഉൾപ്പെടുന്ന ഓരോ മാനുസ്ക്രിപ്റ്റുകളും ഞങ്ങൾ എഡിറ്റ് ചെയ്യും. ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ കൃത്യമായ ഒരു സൈസിലേക്ക് വരുത്തും. The idea is that a chance word or phrase or experience may be the most telling point of the story. അപ്പം എന്താണ് ഇതിന്റെ ആശയം? നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രേസുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അത് നമ്മുടെ കഥയിലെ ടെല്ലിംഗ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കും. വിച്ച് വുഡ് ബി മിസ്ഡ് എൻറ്റയർലി പീപ്പിൾ വെയർ ട്രൈങ് ടു റെസ്ട്രിക്ട് ദംസെൽഫ് ടു എ ഗിവൺ നമ്പർ ഓഫ് വേർഡ്സ്. അതായത് നമ്മൾ അവരോട് പറയാണ് നിങ്ങൾക്ക് ഇത്രയും വാക്കുകളെ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ചില വിലങ്ങുതടി, അവരുടെ കഥ എഴുതുന്നതിൽ ചില വിലങ്ങുതടിയാകാനുള്ള സാധ്യതയുണ്ട്. എൻക്ലോസ്ഡ് ഹിയർ വിത്ത് ആർ 3 letters vouching for us, and I am enclosing enough copies so that they can be attached to the 4 manuscript you have. അപ്പൊ അദ്ദേഹം കുറച്ച് ലെറ്ററുകൾ ഇവിടെ നിന്നുള്ള കുറച്ച് ലെറ്ററിന്റെ കൂട്ടത്തില് കഥകൾ കൂടിയുടെ കോപ്പി കൂടി ഇവിടെ നിന്നുള്ള കോപ്പി കൂടി വെക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ വായിക്കുന്നതിനായിട്ട്. വി ആർ നൗ ലേയിങ് ദ പൈപ്സ് ടു Owen de Jong, Henry Ford and Thomas Raymond. What is going to happen? Of course, remain yet we see soon. Very much yours. അപ്പം ഓവൻ ഡി യോങ് എന്ന് പറയുന്ന ആളെയും ഹെൻറി ഫോർഡിനെയും തോമസ് ലാമോണ്ട് എന്ന് പറയുന്ന 3 റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളെയും ഞങ്ങൾ ഉടനെ തന്നെ കാണുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് ഉടനെ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഇത് വളരെ ശ്രദ്ധേയമാണ്. To note, Bob's question was not in relation of the longer 5,000 word stories written by the most sober man, വിൽസൺ. അതായത് ബോബിന്റെ ഒരു ചോദ്യമാണ്, 5000 വാക്കുകളിൽ ഒതുങ്ങുന്ന കഥ എഴുതുന്നതിനെ പറ്റി ബിൽ വിൽസനോട് ചോദിക്കാണ്. വിൽസൺ ഹാഡ് ഓൾറെഡി പ്രൊവൈഡ് കോപ്പീസ് ഡീറ്റെയിൽ ഓഫ് ദിസ് ഇൻ an earlier letter, and he had also supplied his own story as a model for how this might be written. അതായത് ബില്ലിന്റെ കഥയുടെ ഒരു കോപ്പി, അതായത് ബില്ല് എഴുതിയ ബില്ലിന്റെ കഥയുടെ ഒരു കോപ്പിയും കൂടി അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മോഡലായിട്ട്. ഇങ്ങനെയാണ് കഥ എഴുതേണ്ടതെന്ന് അല്ലെങ്കിൽ കഥ എഴുതേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്. ബട്ട് അബൌട്ട് ദ ഷോർട്ടർ വേർഷൻ ഹി വാസ് ഹോപ്പിംഗ് ടു ഗെറ്റ് ഫ്രം മോർ റീസെന്റ് മെമ്പേഴ്സ്. അപ്പോൾ കുറഞ്ഞ ഷോർട്ടർ വേർഷൻ, ഒരു ചെറിയ കഥകളൊക്കെ പുതിയതായി വരുന്ന ആളുകളുടെ ജീവിത കഥയിൽ നിന്ന് നമുക്ക് വാങ്ങണം. ബിൽ ജസ്റ്റിഫൈസ് ഹിസ് സജഷൻസ് ദാറ്റ് എവരിവൺ ഷുഡ് റൈറ്റ് അറ്റ് വാട്ട് എവർ ലെങ്ത് ദേ വാണ്ട്. അപ്പം എത്ര നീളത്തിൽ അവർ എഴുതിയാലും കുഴപ്പമില്ല, അവർ എഴുതണം. ബൈ കാഷ്വലി നോട്ടിംഗ് ദിസ് ഫ്രീ ഫോം സ്റ്റോറീസ് വുഡ് ബി എഡിറ്റഡ് ഡൗൺ ഫോർ പ്രോപ്പർ ലെങ്ത് വൺസ് ഈ ബുക്ക് ഗെറ്റ്സ് ക്ലോസ് ടു ഇറ്റ്സ് ഫൈനൽ അസംബ്ലി. അതായത് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എത്രയധികം കഥകൾ എഴുതിയാലും ആ കഥകൾ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ശരിയായ സൈസിൽ ഞങ്ങൾക്ക് വരുത്താൻ കഴിയും. അൺസ്പോക്കൺ ബട്ട് ക്ലിയർലി ഇംപ്ലൈഡ് ഹിയർ that those final editing decisions would be made by the people in New York. അപ്പോൾ ന്യൂയോർക്കിലെ ഫൈനൽ എഡിറ്റിംഗ് ഡിസിഷൻ ചെയ്യുന്നത് ന്യൂയോർക്കിലെ അംഗങ്ങളായിരിക്കും. But the most unexpected revelation in this letter is Bill's enclosure of copies of 3 letters vouching for their group that should be attached to the 4 manuscripts you have. അപ്പോൾ ഇതിന്റെ ഈ കത്തിന്റെ കൂടെ 4 മാനസ്ക്രിപ്റ്റും കൂടി അദ്ദേഹം വെക്കുന്നുണ്ട്. ദ പ്രീവിയസ് ഒക്ടോബർ ദ ഒഹായോ മെമ്പേഴ്സ് ഹാഡ് ബീൻ എംപത്തറ്റിക് ആൻഡ് ദെയർ വുഡ് ബി നോ ഫണ്ട് റൈസിംഗ് ഡൺ ഇൻ അക്രോൺ. അപ്പം ഒക്ടോബറിലെ കത്തിലെ അക്രോണിൽ നിന്ന് ഒരു ഫണ്ട് റൈസിംഗ് ഉണ്ടായിട്ടില്ല. ഇഫ് ബിൽ വാണ്ടഡ് ടു റൈസ് മണി ഫോർ ഹിസ് ഓവർലി ആംബിഷൻ മണി സ്കീംസ് ദേ സെഡ് ദെൻ ഹി കാഡ് ജസ്റ്റ് ഗോ ടു ബൈ ന്യൂയോർക്ക് ആൻഡ് ഹി ടോണർ ദെയർ. അതായത് നമുക്കറിയാം അക്രോണിലെ വോട്ടെടുപ്പിന്റെ സമയത്ത്, അക്രോൺ വോട്ടിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, അക്രോൺ വോട്ടിന്റെ സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട് ബിഗ് ബുക്ക് എഴുതാം, പക്ഷേ ബിഗ് ബുക്കിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. രാജ്യം മുഴുവനുള്ള ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് മിഷണറിമാരെ അമേരിക്ക മുഴുവൻ വിടാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഗ്രൂപ്പിനെ നശിപ്പിക്കും. അതുകൊണ്ട് അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ബിഗ് ബുക്കിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ പണം നിങ്ങൾ അത് ന്യൂയോർക്കിൽ നിന്ന് കണ്ടെത്തണം. ധനികരായ ആളുകളെ സമീപിച്ച് നിങ്ങൾ ഡോണേഴ്സിനെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. ദ ആൽക്കഹോളിക് സ്ക്വാഡ് ഇൻ ഒഹായോ. ആൽക്കഹോളിക് സ്ക്വാഡ് ഇൻ ഒഹായോയിലെ ആളുകളെ ആൽക്കഹോളിക് സ്ക്വാഡ് അല്ലെങ്കിൽ ന്യൂയോർക്ക് സ്ക്വാഡ് എന്നാണ് അറിയപ്പെടുന്നത്. കുടിയന്മാരുടെ കൂട്ടം. ഒഹായോ വുഡ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് ബട്ട് റിമാർക്കബിളി അറ്റ് ദിസ് പോയിന്റ് ഇൻ ഓഗസ്റ്റ് 1938. 1938 ഓഗസ്റ്റിൽ ഇങ്ങനെ പറയുന്നത്, ബിൽ ഒബിയസ്ലി എക്സ്പ്രസ് ഡോക്ടർ ബിബു സ്മിത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ടു ടേക്ക് ദിസ് 4 മാനുസ്ക്രിപ്റ്റ് ആൻഡ് യൂസ് ദിസ് ലോക്കലി ടു സോളിസിറ്റ് ഡൊണേഷൻ ഫോർ ദ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ. അപ്പോൾ ഈ മാനുസ്ക്രിപ്റ്റ് ഉപയോഗിച്ചോട്ട് എന്തെങ്കിലും ഡൊണേഷൻ ആൽക്കഹോളിക് ഫൗണ്ടേഷന് കൊടുക്കാൻ കഴിയുമോ എന്ന് അവരോട് അന്വേഷിക്കണം. ദർ ഇസ് ജസ്റ്റ് നോ അതർ പ്ലൂസിബിൾ എക്സ്പ്ലനേഷൻ for why he would send Bob this recommendation letters. അതുകൊണ്ട് മറ്റ് ഒരു തരത്തിലുള്ള വിശദീകരണ കത്തുകളും ഇത്തരം കാര്യങ്ങളിൽ ബില്ല് ചെയ്തിട്ടില്ല.
അഡ്മിറ്റ്ലി ന്യൂയോർക്ക് വാസ് ദ റിച്ചസ്റ്റ് സിറ്റി ഇൻ ദ കൺട്രി. എന്തുകൊണ്ടെന്നാൽ ആ കാലത്ത് ന്യൂയോർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികരായ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലം. ബട്ട് അക്രോൺ ഹാഡ് മോർ ദാൻ ഇറ്റ്സ് ഫെയർ ഷെയർ ഓഫ് മില്ലിനേഴ്സ്. അക്രോണിലും മില്ലിനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ധനികരായ മനുഷ്യരുണ്ട്. മോസ്റ്റ് പ്രൊമിനന്റ് എമംഗ് ദിസ് വാസ് ഹാർവി ഫയർസ്റ്റോൺ, ഹു വാസ് നോട്ട് ഓൺലി എ കമ്മിറ്റഡ് മെമ്പർ ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അപ്പൊ നമുക്കറിയാം ഹാർവി ഫയർസ്റ്റോണിന്റെ മകൻ നമ്മുടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വന്നതിന് ശേഷം, മാനസാന്തരപ്പെട്ടതിന് ശേഷം അവിടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തുന്നതും പിന്നീട് ഡോക്ടർ ബോബ് ഒക്കെ അതിനകത്ത് പങ്കെടുക്കുന്നതും അതിനുശേഷമാണ് ഡോക്ടർ ബോബിനെ കാണുന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ബട്ട് ഓൾസോ എ മെൻ വിത്ത് എ സ്ട്രോങ് ആൻഡ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ പ്രൊമോട്ടിംഗ് സോബറൈറ്റി. അപ്പോൾ സുബോധാവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് ഏതെങ്കിലും സംഘടനകൾ പ്രവർത്തിച്ചാൽ അതിനെല്ലാം സഹായിക്കുന്ന ഒരാൾ കൂടിയാണ് ഹാർവി ഫയർസ്റ്റോൺ. അദ്ദേഹം അവിടുത്തെ ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ടയർ കമ്പനിയുടെ ഉടമയാണ്, ടയർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഉടമയാണ്. Bill may have convinced Dr. Bob that Firestone would be an excellent prospective donor for this group or perhaps. അപ്പോൾ ഫയർസ്റ്റോൺ ഡോക്ടർ ബോബിനോട് ബില്ല് പറയാണ്, ഫയർസ്റ്റോണിനെ സമീപിച്ച് എന്തെങ്കിലും ഡൊണേഷൻ നമുക്ക് തരാൻ കഴിയുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. സിൻ ഹി വാസ് ഷുവർലി അവെയർ ഓഫ് ദ ഫേമസ്ലി ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ഹെൻറി ഫയർസ്റ്റോൺ ആൻഡ് ഹെൻറി ഫോർഡ്. അപ്പോൾ ഹാർവി ഫയർസ്റ്റോണും ഹെൻറി ഫോർഡുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഹി വാസ് ഹോപ്പിംഗ് ദാറ്റ് ബൈ മേക്കിംഗ് എ ഗുഡ് ഇംപ്രഷൻ ഓൺ ഫയർസ്റ്റോൺ. അപ്പോൾ തീർച്ചയായും ഫയർസ്റ്റോണിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്താൽ ദർ ഗ്രൂപ്പ് മൈറ്റ് ദർ ഗെയിൻ എ ഫേവറബിൾ ആൻഡ് പവർഫുൾ ഇൻട്രഡക്ഷൻ ടു ഫോർഡ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് തീർച്ചയായും ഈ പറയുന്ന ഹെൻറി ഫോർഡുമായിട്ട് ഒരു വളരെ ശക്തിയുള്ള ഒരു പരിചയപ്പെടൽ നമുക്ക് നടക്കും. പണശേഖരണത്തിന് അത് സഹായിക്കുമെന്നാണ് ബില്ല് ഡോക്ടർ ബോബിനോട് പറയുന്നത്. അടുത്തത് സെറ്റിംഗ് അപ്പ് ദ ഫൗണ്ടേഷൻ. അപ്പോൾ ആൽക്കോളി ഫൗണ്ടേഷൻ രൂപീകരിക്കാനായിട്ട് നോക്കുകയാണ്. ഓൾ ദ മന്ത്സ് ഓഫ് ടോക്ക് ആൻഡ് സ്പെക്കുലേഷൻ അബൌട്ട് സീയിങ് അപ്പ് ഇൻ എ ടാക്സ് അറ്റംപ്റ്റ് ഫൗണ്ടേഷൻ ഫൈനലി കെയിം ടു fruition on Friday, August 5th, when the necessary paperwork was finally ready to be signed. ആഗസ്റ്റ് 5-ാം തീയതി നമ്മൾ ഈ പറയുന്ന ടാക്സ് എക്സംപ്റ്റ് ഫൗണ്ടേഷൻ, അതായത് നികുതി അടയ്ക്കേണ്ട ഈ സ്ഥാപനത്തിന്, അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങനത്തെ ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ രൂപീകരണത്തിനായി ഓഗസ്റ്റ് 5-ന് ഉള്ള പേപ്പർ വർക്കുകളൊക്കെ ശരിയായി അത് ഒപ്പിടാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയായി. വൺ മേജർ റീസൺ ഫോർ ദ ഡിലേ വാസ് ദ സിഗ്നിഫിക്കന്റ് ലീഗൽ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് സച്ച് എ ഫൗണ്ടേഷൻ. ഒന്നാമത്തെ കാര്യം, ഇത് കുറച്ചും കൂടി താമസിക്കാനുള്ള കാരണം ഇതിന്റെ നിയമപരമായിട്ടുള്ള ഈ പറയുന്ന പേപ്പർ വർക്കുകൾ ചെയ്യാനുള്ള ഒരു കോസ്റ്റ് ഉണ്ട്. ആ പണം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. മണി ദ ലീഡേഴ്സ് ഓഫ് എ ക്ലിയർലി ഡിഡ് നോട്ട് ഹാവ് ആസ് ദേ സ്ട്രഗിൾഡ് ടു മേക്ക് എൻഡ്സ് മീറ്റ് വൺ ഓൺ എ ഡേ ടു ഡേ ബേസിസ്. അതായത് ദൈനംദിന ചെലവിന് പോലും ആൽക്കോളിക്സ് അനോണിമസിന് ഒരു വ്യക്തമായിട്ടുള്ള പണം ആ സമയത്തില്ല. ദിസ് പ്രോബ്ലം വാസ് സോൾവ്ഡ് വെൻ ഫ്രാങ്ക് ആമോസ് enlisted the service of a young lawyer named John Wood, who agreed to drop the necessary paperwork pro bono. അതായത് നമ്മുടെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ഫ്രാങ്ക് ആമോസ് ഇങ്ങനെ പറഞ്ഞു, അതായത് ഒരു ലോയർ ഉണ്ട്, ജോൺ വുഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ യുവാവായ ഈ ലോയറോട് നിങ്ങൾ പേപ്പർ വർക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം. അങ്ങനെ അവർ പേപ്പർ വർക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു സർവീസായിട്ട്, ഒരു സേവനമായിട്ട് അത് ചെയ്തു. ദിസ് വാസ് ക്വൈറ്റ് എ കൗപ്പ് ഫോർ ആമോസ് സിൻസ് വുഡ് വാസ് എ റൈസിംഗ് സ്റ്റാർ ഇൻ റൂട്ട്. അപ്പം ഈ പറയുന്ന ലോയർ വളർന്നു വരുന്ന ഒരു ലോയറാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലിയിൽ വളർന്നു വരുന്ന ലോയറാണ്. സ്റ്റാർ ഇൻ റൂട്ട് Clark Billonette, one of the most important and prestigious law firm in New York City. അപ്പോൾ and his service would have been prohibitively expensive otherwise. അതായത് മറ്റുള്ള പല ലോയർ കമ്പനികളെക്കാളും ഓടൊപ്പം തന്നെ ഇത് അവിടെ വളർന്നു വരുന്ന ഒരു ലോയർ കമ്പനിയാണ് ഇവരുടേത്. അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇനീഷ്യലായിട്ട് തുടങ്ങിയതുകൊണ്ടായിരിക്കാം അവര് വലിയ ചെലവില്ലാത്ത ഒരു സ്ഥാപനം കൂടിയാണ്. ജോൺ വുഡ് വാസ് ഓൾസോ, അക്കോർഡിംഗ് ടു ആമോസിന്റെ സംസാര പ്രകാരം, മോട്ടിവേറ്റഡ് ബൈ ഹിസ് നോളജ് ഓഫ് ദിസ് മൂവ്മെന്റ് ആൻഡ് ഹിസ് സിമ്പതി ഫോർ ഇറ്റ്. അതായത്
ഈ ഇത്തരം ഒരു മൂവ്മെന്റിനെ കുറിച്ച് അദ്ദേഹം അറിയുകയും അതിനോടൊരു അനുതാപപൂർണമായ ഒരു സമീപനം ഈ വക്കീലിന് ഉണ്ടാവുകയും ചെയ്തു. ആൻഡ് വാസ് സോ കമ്മിറ്റഡ് ദാറ്റ് ഹി നോട്ട് ഓൺലി ഡ്രോ അപ്പ് ദ നെസസറി ഡോക്യുമെന്റ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിന്റെ ആവശ്യത്തിനുള്ള എല്ലാ ഡോക്യുമെന്റുകളും ശരിയാക്കി തരാം. ബട്ട് ഈവൻ എഗ്രി ടു സെർവ് ആസ് വൺ ഓഫ് ദ ഫസ്റ്റ് 5 ട്രസ്റ്റീസ് ഓഫ് ദ ന്യൂ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ. ഞാൻ ഇങ്ങനെ നിങ്ങളുടെ പേപ്പർ വർക്കുകൾ ചെയ്തു തരാൻ മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ഈ സ്ഥാപനത്തിലെ 5 ട്രസ്റ്റുകളിൽ ഒരാളായി ആൽക്കഹോളിക് ഫൗണ്ടേഷനിൽ പ്രവർത്തിക്കാൻ കഴിയും. ഹാവിംഗ് ടേക്കൺ ഓൺ ദ അസൈൻമെന്റ്. അങ്ങനെ ഇത്തരം അസൈൻമെന്റ് എടുത്തതിന് ശേഷം വുഡ്സ് ജോബ് വാസ് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ബൈ ദ വുഡ്സ് ജോബ്, അതായത് വുഡ്സിന്റെ ജോബ് ഓൾസോ ഇമ്മീഡിയറ്റ്ലി കോംപ്ലിക്കേറ്റഡ്, വളരെ കോംപ്ലിക്കേറ്റഡ് ബൈ വാട്ട് വിൽസൺ ലേറ്റർ കോൾഡ് ലീഗൽ റിഡിൽ. ലീഗൽ റിഡിൽ എന്നാണ് വിൽസൺ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. ദ ഫൗണ്ടേഷൻ വാസ് ടു ബി സെറ്റപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഡിസിഷൻ മേക്കിംഗ് പവർ would always rest with the majority of non-alcoholics rather than with the alcoholics trustees. അപ്പം ഈ ഡോക്യുമെന്റും ഈ ഫൗണ്ടേഷൻ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്? തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളാണ്, ആൽക്കഹോളിക് ട്രസ്റ്റുകളല്ല. വുഡ് സ്പെൻഡ് കൺസിഡറബിളി ടൈം ട്രൈങ് ടു ക്രിയേറ്റ് എ പെയർ ഓഫ് ഡെഫിനിഷൻ, അതായത് ദാറ്റ് വുഡ് ലീഗലി ഡിഫറെന്റ് ബിറ്റ്വീൻ ദോസ് ഹൂ. അപ്പോൾ ഈ പറയുന്ന ഒരു ലീഗലി ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ ദോസ് ഹൂ ഹാഡ് നെവർ ഹാഡ് എ പ്രോബ്ലം വിത്ത് ആൽക്കഹോൾ ആൻഡ് ദോസ് ഹൂ വേർ സോബർ എക്സ്ട്രിംഗേഴ്സ്, ബട്ട് ഹി നെവർ ഫൗണ്ട് എ വേ ടു റിസോൾവ് ദാറ്റ് ടോർണി ഡയലമ. അപ്പം ഒരു പ്രശ്നം അവിടെയുണ്ട്. അതായത് ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മദ്യാസക്തിയുടെ പ്രശ്നങ്ങൾ അറിയാത്ത നോൺ ആൽക്കഹോളിക്കുകളാണ് അവിടെ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അത് ബിൽ ഡബ്ല്യുവിനെ പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ഹി നെവർ ഫൗണ്ട് എ വേ ടു ദിസ്. പക്ഷെ ഇതെങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. വൈൽ ദിസ് വാസ് ആൻ ഇൻക്രെഡിബിളി ഫ്രസ്ട്രേറ്റിംഗ് ചലഞ്ച് അപ്പോൾ ഫോർ ദ യങ് ലോയർ. അപ്പം തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ഈ നോൺ ആൽക്കഹോളിക് ട്രസ്റ്റുകളിൽ നിന്ന് എക്സ് ഡ്രിങ്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻകാല കുടിയന്മാരായിട്ടുള്ള ട്രസ്റ്റുകളിലേക്ക് ഈ ഇതെങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളതിനെ കുറിച്ച് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഇറ്റ് ഓൺലി അമ്യൂസ്ഡ് മെമ്പേഴ്സ് ഓഫ് ദ റെഗുലർ ട്യൂസ്ഡേ നൈറ്റ് മീറ്റിംഗ് ഇൻ ബ്രൂക്ലിൻ. അതായത് ബ്രൂക്ലിനിലെ ചൊവ്വാഴ്ച മീറ്റിംഗ് ഉണ്ട്, നമുക്കറിയാം. ബിൽ വിൽസന്റെ വീട്ടിലാണ് ചൊവ്വാഴ്ചത്തെ മീറ്റിംഗ്. അദ്ദേഹം ഒരു മെമ്പർ ഇങ്ങനെ വൺ ഓഫ് ഹൂം റിപ്പോർട്ടിൽ എക്വിപ്ഡ് വെൽ, അതായത് ഒരു മെമ്പർ ഇങ്ങനെ പറയണം, കൊള്ളാം, ദാറ്റ്സ് ക്ലിഞ്ച്. അതൊരു പ്രത്യേകത. എ നോൺ ആൽക്കഹോൾ ഈസ് എ ഗേ ഹൂ ക്യാൻ ഡ്രിങ്ക് ആൻഡ് ആൻ ആൽക്കഹോൾ ഈസ് എ ഗേ ഹൂ കാൺ ഡ്രിങ്ക്. അതായത് ഒരു നോൺ ആൽക്കഹോളിക്, അതായത് തീരുമാനം എടുക്കുന്ന ആൾക്ക് കുടിക്കാൻ കഴിയും, പക്ഷെ ആൻ ആൽക്കഹോളിക്കിന് ഗേ ഹൂ കാൺ ഡ്രിങ്ക്, ഞങ്ങൾക്ക് കുടിക്കാൻ കഴിയില്ല. അൺഫോർച്ചുനേറ്റ്ലി ജോൺ വുഡ് നീഡഡ് സംതിങ് മോർ ലീഗലി സ്പെസിഫിക് ദാൻ ദിസ് നോ റിസോൾവ് ദിസ് പ്രോഗ്രാം ഹിസ് പ്രോബ്ലം. അതായത് ഈ തരത്തിൽ മാറ്റിയെടുക്കുന്നതിനായി കുറച്ചും കൂടി നിയമപരമായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഇഫ് നെയ്തർ ബിൽ വിൽസൺ ഓർ നോൺ ഹാങ്ക്പി, ടു മെൻ വിത്ത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വിത്ത് ആൽക്കഹോളിക്സ് and alcoholism could not come up with a short but a conclusive definition for the alcoholic. And then how could they possibly expect this young non-alcoholic lawyer to resolve the issue for the in just a few short weeks? അടുത്ത കുറഞ്ഞ ആഴ്ചക്കുള്ളിൽ വളരെ യുവാവായിട്ടുള്ള ഈ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഈ ലോയർ അല്ലെങ്കിൽ ഈ വക്കീൽ തങ്ങളുടെ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പറയുന്ന ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും തമ്മിലുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇൻഫാക്ട് വുഡ് നെവർ ഡിഡ് ഡിസ്കവർ എ സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം. അപ്പോൾ വുഡ് ഒരിക്കലും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല. ബട്ട് ലൈക്ക് എനി ഗുഡ് ലോയർ, ഏതെങ്കിലും തരത്തിലുള്ള നല്ല വക്കീൽമാർ, ഹി ഡിഡ് ഫൈൻഡ് എ വേ ടു വർക്ക് അറൌണ്ട് ഇറ്റ്. അതിനു വേണ്ടിയിട്ട് ചില പ്രവൃത്തികൾ ചെയ്തു. അക്കോർഡിംഗ് ടു വിൽസൺ പറയുന്ന പോലെ ഹി ഫൈനലി ഗേവ് അപ്പ് അറ്റംപ്റ്റ് ടു ഡിസ്ക്രൈബ് ആൻ ആൽക്കഹോളിക് ഇൻ ലീഗൽ ടേംസ്. അതായത് നമ്മളിവിടെ വിവരിക്കുമ്പോൾ നോൺ ആൽക്കഹോളിക് എന്നും ആൽക്കഹോളിക് എന്നുള്ള രീതിയിൽ ലീഗലി ടേംസിൽ വിവരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല, ആ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. ആൽക്കഹോളിക് ആരാണ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ട് ലൈക്ക് എനി ഗുഡ് ലോയർ, മറ്റു നല്ല ലോയറുകളെ പോലെ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ചില പണികൾ ചെയ്തു. ഫൈനലി ഗേവ് അപ്പ് അറ്റംപ്റ്റ് ടു ഡിസ്ക്രൈബ് ആൻ ആൽക്കഹോളിക് ലീഗൽ ടേംസ്. അതായത് നിയമപരമായ ഒരു വസ്തു, നിയമപരമായിട്ട് ഒരു ആൽക്കഹോളിക് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാതെ ആൻഡ് സജസ്റ്റഡ് ദേ കുഡ് സൈഡ് സ്റ്റെപ്പ് ദ ഹോൾ പ്രോബ്ലം ബൈ ജസ്റ്റ് റൈറ്റിംഗ് അപ്പ് ആൻഡ് സൈനിങ് എ സിമ്പിൾ ട്രസ്റ്റ് എഗ്രിമെന്റ് റാദർ ദാൻ അപ്ലൈയിങ് ഫോർ എ ഫോർമലൈസ്ഡ് ക്യാരക്ടർ ഫോർ ദ ഫൗണ്ടേഷൻ. അതായത് ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ വലിയ തോതിലുള്ള പേപ്പർ വർക്കുകളും എഗ്രിമെന്റുകളും
ഡോക്യുമെന്റുകളും പേപ്പർ വർക്കുകൾ അപ്ലൈ ചെയ്യാതെ നിങ്ങൾക്ക് വളരെ ചെറുതായ രീതിയിൽ ഒരു എഗ്രിമെന്റ് രൂപത്തിൽ പരസ്പരം സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇത് ഫൗണ്ടേഷൻ തുടങ്ങാൻ കഴിയും. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് വുഡ് ഡിഡ്. അങ്ങനെയാണ് വുഡ് ഇങ്ങനെ ചെയ്തത്. കാരണം ഫൗണ്ടേഷന്റെ യഥാർത്ഥത്തിലുള്ള ഒരു രൂപത്തിലേക്ക് ഫോർമുലയിലേക്ക് വന്നെങ്കിൽ ആരാണ് ആൽക്കഹോളിക് എന്നും ആരാണ് നോൺ ആൽക്കഹോളിക് എന്നും ഒരു ഡിഫൈൻ ചെയ്യേണ്ടി വരും. And that is exactly what Wood did. He created 13-page trust indenture. അതായത് 13 പേജുള്ള ട്രസ്റ്റ് ഇൻഡെഞ്ചർ, അതായത് വിശ്വാസത്തിൽ എടുക്കാവുന്ന ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി, വിച്ച് പ്ലേസ്ഡ് കൺട്രോൾ ഓഫ് ദ ആൽക്കഹോൾ ഫൗണ്ടേഷൻ ഓഫ് ദ ഹാൻഡ്സ് ഓഫ് 5 ട്രസ്റ്റീസ്. അതായത് ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ 5 ട്രസ്റ്റിമാർ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ദിസ് ട്രസ്റ്റീസ് വേർ ടു ബി ഡിവൈഡ് ഇൻ ടു 2 ക്ലാസ്സസ്. അപ്പൊ അങ്ങനെ ഈ ട്രസ്റ്റീസിനെ 2 ക്ലാസ് ആയിട്ട് തീരുമാനിച്ചു, ടു ബി നോൺ റെസ്പെക്റ്റീവ്ലി ആസ് ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി. അങ്ങനെ ഈ ട്രസ്റ്റുകളെ 2ആയി അദ്ദേഹം തിരിച്ചു. ഒന്ന് ക്ലാസ് എയും 2 ക്ലാസ് ബി. അങ്ങനെ രണ്ട് തരത്തിലുള്ള ട്രസ്റ്റുകളെ ഈ ഡോക്യുമെന്റിൽ തിരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധി നോക്കണം. ക്ലാസ് എ എന്ന് പറഞ്ഞാൽ നോൺ ആൽക്കഹോളിക്, ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക്. അപ്പോൾ ഇൻ ക്ലാസ് എ ആർ ഇന്റൻഡഡ് ടു ബി പേഴ്സൺസ് ഹു ആർ നോട്ട് ആൻഡ് ഹാവ് നോട്ട് ബീൻ ആൽക്കഹോളിക്സ്. അദ്ദേഹം ക്ലാസ് എ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് അല്ലാത്ത ആളുകളും, ട്രസ്റ്റി ഇൻ ക്ലാസ് ബി ആർ ഇന്റൻഡഡ് ടു ബി പേഴ്സൺ ഹു ഹാസ് ബീൻ ആൽക്കഹോളിക്സ്. അവര് ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആളുകളും. ദ പർപ്പസ് ഓഫ് ദ ഡിവിഷൻ ഓഫ് ദ ട്രസ്റ്റീസ് ഇൻ ടു സച്ച് ക്ലാസസ് ഇസ് ടു പ്രൊവൈഡ് ഫോർ representation of alcoholics among the trustees, and at the same time to ensure that the majority of the trustees at all time will be persons who are not and have not been alcoholics. അപ്പം ഇങ്ങനെ ക്ലാസ് എ എന്നും ക്ലാസ് ബി എന്നും 2 തരത്തിൽ ഡിവിഷൻ ചെയ്തതിന്റെ ഒരു കാരണം 2 ഭാഗത്തു നിന്നും ഒരു റെപ്രസെന്റേഷൻ ഉണ്ടാവണം, ഒരു പ്രതിനിധികൾ ഉണ്ടാവണം. ensure the majority of the trustees at all time. അപ്പൊ 2 ഭാഗത്തു നിന്നും മെജോറിറ്റികൾ ഉണ്ടായിരുന്നു, ഹു ആർ നോട്ട് ആൻഡ് ഹാവ് നോട്ട് ബീൻ ആൽക്കഹോളിക്സ്. 2 ഭാഗത്ത് ആൽക്കഹോളിക്സ് അല്ലാത്ത ആളുകളുടെ ഭാഗത്തു നിന്നും ആൽക്കഹോളിക് ആയിട്ടുള്ള ഭാഗത്തു നിന്നും മെജോറിറ്റി വരാൻ പാകത്തിനാണ് ആ ട്രസ്റ്റ് ഡോക്യുമെന്റ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഹാവിംഗ് സക്സസ്ഫുള്ളി ഡോഡ്ജഡ് ദ പ്രോബ്ലമാറ്റിക് ഇഷ്യൂ. അങ്ങനെ ഇത്തരമുള്ള പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഓഫ് ഡിഫൈനിങ് എക്സാക്ട്ലി ഹു വാസ് ആൻഡ് ഹു വാസിന്റ് ആൻ ആൽക്കഹോളിക് വിത്ത് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്. അങ്ങനെ ആരാണ് ആൽക്കഹോളിക്, ആരാണ് നോൺ ആൽക്കഹോളിക് എന്ന് ചെറിയൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റിലൂടെ വുഡ് ദെൻ ഇങ്ങനെ എഴുതി. അതായത് ക്ലാസ് എ ക്ലാസ് ബി. വുഡ് ദെൻ വെന്റ് ഓൺ ടു നോട്ട് ദാറ്റ് ഇഫ് എനി, ഇങ്ങനെ എഴുതി അദ്ദേഹം. അതിനുശേഷം ഇങ്ങനെ എഴുതി. അപ്പൊ നമുക്കറിയാം ക്ലാസ് എ എന്ന് പറഞ്ഞാൽ നോൺ ആൽക്കഹോളിക്കും, ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ആയിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 2 വാക്കുകളിലൂടെ അദ്ദേഹം ഇതിനെ പ്രതിനിധീകരിപ്പിച്ചു. അപ്പൊ ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മദ്യാസക്തരാണെന്ന്. അപ്പൊ അതിന്റെ വേറൊരു ഡെഫിനേഷനും അദ്ദേഹം കൊടുത്തില്ല. പക്ഷെ അദ്ദേഹം എങ്ങനെ എഴുതി, ഇഫ് എനി ക്ലാസ് ബി ട്രസ്റ്റീസ് ഇസ് ഫൗണ്ട് ടു ഹാവ് കൺസ്യൂംഡ് എനി ആൽക്കഹോളിക് ബിവറേജ് ആഫ്റ്റർ ഹിസ് സെലക്ഷൻ ടു ദി ഓഫീസ്. അതായത് ഏതെങ്കിലും ഒരു ക്ലാസ് ബി ട്രസ്റ്റി അവരുടെ ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ആൽക്കഹോളിക് ബീവറേജ്, ഏതെങ്കിലും തരത്തിലുള്ള മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ടു ദി ഓഫീസ് ഇറ്റ് ഷുഡ് ബി മാൻഡേറ്ററി ഡ്യൂട്ടി ഓഫ് ദ അതർ ട്രസ്റ്റീസ് ടു റിമൂവ് ഹിം അറ്റ് വൺസ്. ഏതെങ്കിലും തരത്തിലുള്ള മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റു ട്രസ്റ്റിമാർ അവനെ ഒഴിവാക്കണം. വെൽ അറ്റ് ലാസ്റ്റ് ദാറ്റ് വാസ് ക്ലിയർ എനഫ്. അങ്ങനെ അതും കൂടി വളരെ വ്യക്തമായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ അറ്റ് ലാസ്റ്റ് അതും ക്ലിയർ ആയി. The duties of the trustees would include ensuring that the money collected by the Alcoholic Foundation. അപ്പൊ എന്താണ് ഈ ട്രസ്റ്റിമാരുടെ ഇത് ജോലി എന്ന് വെച്ചാൽ എല്ലാ പണവും കളക്ട് ചെയ്യുക ബൈ ദ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ. ഇപ്പൊ ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ പേരിൽ കളക്ട് ചെയ്യുക. വാസ് പുട്ട് ടു ദ പ്രോപ്പർ പർപ്പസ് ഓഫ് ദെയർ ഇറ്റ് ബിക്കംസ് ക്ലിയർ ദാറ്റ് ദ അംബിഷ്യസ് പ്ലാൻസ്. അതായത് നമ്മളുടെ അംബിഷ്യസ് പ്ലാൻസ് നമുക്കറിയാം. 3 പ്ലാനുകളാണ് നമുക്കുള്ളത്. ഒന്ന് ബിഗ് ബുക്ക് എഴുതുക, അമേരിക്ക മുഴുവൻ ആശുപത്രികൾ സ്ഥാപിക്കുക, പണം കൊടുത്തുകൊണ്ട് പെയ്ഡ് മിഷണറിമാരെ നിയമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഡ്യൂട്ടികളെല്ലാം അങ്ങനത്തെ പർപ്പസുകളെല്ലാം ഇവർ ചെയ്തു. വിൽസൺ ഹാഡ് ഫോർമേറ്റഡ് ഫോർ ഹിസ് ഗ്രൂപ്പ് ദ പ്രീവിയസ് ഒക്ടോബർ എ സ്ട്രിങ് ഓഫ് ഹോസ്പിറ്റൽ പെയ്ഡ് മിഷൻസ് ആൻഡ് ബുക്ക്. നമുക്കറിയാം, അത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ട്രിങ്സ് ഓഫ് ഹോസ്പിറ്റലിന്റെ ഒരു ശൃംഖല, ആശുപത്രിയുടെ ശൃംഖല അമേരിക്കയിൽ മുഴുവൻ സ്ഥാപിക്കുക.
പെയ്ഡ് മിഷണറിമാർ, ശമ്പളം കൊടുത്തുകൊണ്ട് മിഷണറിമാർ സവിക്കുക, പുസ്തകം രൂപീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. വേർ സ്റ്റിൽ വെരി മച്ച് എ പാർട്ട് ഓഫ് ഹിസ് ഓൺ ഗോയിങ് പ്ലാൻസ്. ഇത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു തുടരുന്ന ഒരു പദ്ധതിയായിരുന്നു. വിത്ത് ഫ്യൂ ന്യൂ ഐറ്റംസ് ആഡ് അലോങ് ദ വേ ജസ്റ്റ് ഗുഡ് മെഷർ. ദ പർപ്പസ് ഓഫ് ദ ഫൗണ്ടേഷൻ ടു വെച്ച് ദ ഫണ്ട് ഇൻ ബി അപ്ലൈഡ് ബൈ ദ ട്രസ്റ്റീസ് ആണ്. അപ്പൊ പല രീതിയിലുള്ള പർപ്പസുകൾ അതിനകത്ത് പറയുന്നുണ്ട്. ദ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് പേഴ്സൺസ് സഫറിംഗ് ഫ്രം ഓർ ത്രെട്ടൻഡ് വിത്ത് ആൽക്കോളിസം ആൻഡ് ഇറ്റ്സ് attendant problems by conducting or participating in or giving financial or other assistance to any of the following activities. അതായത് താഴെ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ, മദ്യാസക്തരായ ആളുകൾ സഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് റീഹാബിലിറ്റേഷൻ അതിന് അങ്ങനെയുള്ള റീഹാബിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ സഹിക്കുന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, പേഴ്സണൽ വർക്ക് ഓഫ് എ റിലീജിയൻ നേച്ചർ എമോങ് ആൽക്കഹോളിസം. അതായത് ബട്ട് നോൺ സെക്ടേറിയൻ, അതായത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല അല്ലാത്ത രീതിയിൽ മദ്യാസക്തരുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ദ മെയിൻ്റെനൻസ് ഓഫ് പ്ലേസസ് ഓഫ് റെസ്റ്റ് ആൻഡ് റെക്കപ്പറേഷൻ ഫോർ ആൽക്കഹോളിക്സ്. അപ്പൊ അതായത് ഒരു സ്ഥലം കണ്ടെത്തുക, ആൽക്കഹോളിക്കിനെ താമസിപ്പിക്കാനും അദ്ദേഹത്തിന് വീണ്ടെടുക്കലിന് സഹായിക്കുന്ന സ്ഥലം കണ്ടെത്തുക. പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോം ലോൺ ഓഫ് ഗിഫ്റ്റ് ടു ആൽക്കഹോളിക്സ്. അതായത് ചില തരത്തിലുള്ള ലോണുകളും സമ്മാനങ്ങളും ആൽക്കഹോളിക്കുകൾക്ക് കൊടുക്കുക. റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ആൽക്കഹോളിസം ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. അതായത് ആൽക്കഹോളിസത്തിന്റെ ഫീൽഡിൽ ഒരു റിസർച്ച് നടത്തുക, പിന്നെ മദ്യാസക്തിയുടെ പ്രോബ്ലത്തെ കുറിച്ച് ഒരു പഠനം നടത്തുക. ദ പബ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബുക്സ്. അതായത് ബുക്കിന്റെ പ്രസിദ്ധീകരണവും വിതരണവും, പാംലെറ്റ്സുകൾ ആൻഡ് അതർ ലിറ്ററേച്ചർ, പാംലെറ്റ്സുകളും മറ്റ് സാഹിത്യങ്ങളും ഓൺ ദ സബ്ജക്ട് ഓഫ് ആൽക്കഹോളിസം ഡിസൈൻ ടു അസിസ്റ്റ് ആൽക്കഹോളിസ്റ്റ് ടു ഓവർകമ്മിങ് ദർ ഡിഫിക്കൽട്ടീസ്. അതായത് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനായിട്ടുള്ള പല പുസ്തകങ്ങളും അവർക്ക് പ്രസിദ്ധീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ പ്ലാൻ. രണ്ടാമത്തെ പ്ലാന് the making of gifts of money or property to other charitable or religious organizations having the same or similar purpose, no part of the net earnings of which and not to the benefit of any private stockholder or individual, and no substantial part of the activities of which is carrying on propaganda or otherwise attempting to influence legislation act. അപ്പോൾ ഇത്തരം പണമോ സമ്മാനമോ പ്രോപ്പർട്ടികളോ ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓർ റിലീജിയസ് ഓർഗൻ ഹാവിംഗ് ദ സെയിം സിമിലർ, ഇത്തരം പ്രവൃത്തികൾക്ക്, അതായത് മദ്യാസക്തരെ സഹായിക്കാനുള്ള പ്രവൃത്തികളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഏണിങ്സ് വരുമ്പോൾ ആ ബെനിഫിറ്റ് ഉപയോഗിക്കുക. എനി പ്രൈവറ്റ് സ്റ്റോക്ക് ഓർ ഇൻഡിവിജ്വൽ ഹാഡ് നോ സബ്സ്റ്റൻഷ്യൽ പാർട്ട് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് വിച്ച് ഇസ് ക്യാരിങ് ടു പട്ടോ. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഹോൾഡറോ അത് ഇൻഡിവിജ്വലിന്റെയോ കാര്യങ്ങളിലല്ല ഇത് വരുത്തേണ്ടത്. തീർച്ചയായും ഈ പറയുന്ന നമ്മുടെ ആൽക്കഹോൾ ഫൗണ്ടേഷന്റെ പേരിൽ അതെല്ലാം നടത്തണം. അടുത്ത മൂന്നാമത്തെ, എനി ആൻഡ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ഇസ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ ട്രസ്റ്റീസ് വിൽ അസിസ്റ്റ് ഇൻ ദ റെസ്റ്റോറേഷൻ ഓഫ് ആൽക്കഹോൾസ് ഇൻ നോർമൽ ലൈഫ്. അതായത് സാധാരണ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ട്രസ്റ്റുകൾ ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള പ്രവൃത്തികളും അവർക്ക് ചെയ്യാൻ കഴിയും. ആസ് ബിൽ സെഡ് ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾക്ക് ശേഷം ബിൽ ഇങ്ങനെ പറഞ്ഞു, ദേ തോട്ട് ദ ആൽക്കഹോൾ ഫൗണ്ടേഷൻ ഓട്ട് ടു ബി chartered to do just about anything within the field of alcoholism except lobby for prohibition. അതായത് നിരോധനത്തിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലോബി അല്ലാതെ ആൽക്കഹോളിസത്തിന് അല്ലെങ്കിൽ മദ്യാസക്തിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ആൽക്കഹോൾ ഫൗണ്ടേഷൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അന്നത്തെ കാലത്ത് വിചാരിച്ചത്. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ജോൺ വുഡ് എംപവർഡ് ദ ഫൗണ്ടേഷൻ ടു ഡു. അങ്ങനെയാണ് ഈ ജോൺ വുഡ് വക്കീല് നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. ആഫ്റ്റർ ഡിഫൈനിങ് ദ എലക്ഷൻ ആൻഡ് ടേംസ് ഓഫ് ദ ട്രസ്റ്റീസ്, അതായത് എലക്ഷനെ കുറിച്ച്, തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ട്രസ്റ്റുകളുടെ ഓരോ ടേംസും പറഞ്ഞതിന് ശേഷം, ആർട്ടിക്കുലേറ്റിംഗ് വാട്ട് പവർ ദേ ഡിഡ് നോട്ട് ഹാവ് ഇൻ റിലേഷൻ ടു മണി, അപ്പൊ പണവുമായിട്ടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ച്, ആൻഡ് ഡിസ്ക്രൈബിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, അതായത് അവരുടെ ഓഫീസിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്, ഓഫ് ദ ഫൗണ്ടേഷൻ ആൻഡ് ദയർ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, വ്യക്തിപരമായ അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, ദ ഇൻഡിവിജ്വൽ വെന്റ് ഓൺ ദ ക്രിയേറ്റ് ആൻഡ് അഡ്വൈസറി ബോർഡ്, അപ്പോൾ ഒരു അഡ്വൈസറി ബോർഡ് രൂപീകരിക്കുന്നതിനെ കുറിച്ച്, ദ കൺസൾട്ട് ആൻഡ് അഡ്വൈസ് ദ ട്രസ്റ്റീസ് ദ റിഗാർഡ് ടു ക്യാരിങ് ഔട്ട് ദ പർപ്പസ് ഓഫ് ദ ഫൗണ്ടേഷൻ. അതായത് ട്രസ്റ്റിമാരുടെ കൺസൾട്ട്, സമ്മതവും ഉപദേശവും, അതായത് ഫൗണ്ടേഷന്റെ ലക്ഷ്യം എന്താണോ അതിനു വേണ്ടിയിട്ട് തുടരുന്നതിനായിട്ടും. ദ ഫങ്ഷൻസ് ഓഫ് ദ അഡ്വൈസറി ബോർഡ് ഹവർ ഷാൽ ബി മിയർലി ദോസ് ഓഫ് കൺക്ലൂഷൻ, കൺസൾട്ടേഷൻ ആൻഡ് അഡ്വൈസ്, അതായത് ഈ ട്രസ്റ്റിമാരുടെ ചർച്ചയും ഉപദേശവും
shall retain the full powers and responsibility of their office. അങ്ങനെ മൊത്തത്തിൽ ഈ പറയുന്ന ഓഫീസിന് ഒരു ഉത്തരവാദിത്വവും ശക്തിയും കൈവന്നു. ദ ഫസ്റ്റ് 3 എ ട്രസ്റ്റീസ് വേർ ജോൺ വുഡ്. അപ്പൊ ആദ്യത്തെ ക്ലാസ് എ ട്രസ്റ്റികൾ ആരൊക്കെയാണ്? ഒന്ന് ജോൺ വുഡ്, രണ്ട് ഫ്രാങ്ക് ആമോസ്, വില്ലാർഡ് റിച്ചാർഡ്സൺ. അത് രണ്ട് ബി ക്ലാസ് ട്രസ്റ്റികൾ ആരൊക്കെയാണ്? ക്ലാസ് ബി ട്രസ്റ്റീസ് ബിൽ റൂഡൽ, ദ മാൻ ഹു ഹാഡ് അക്കമ്പനീഡ് ബിൽ വിൽസൺ ടു അക്രോൺ ദ പ്രീവിയസ് ഒക്ടോബർ. അതായത് ബിൽ റൂഡൽ ആരാണ്? അതിന് തൊട്ട് മുമ്പുള്ള ഒക്ടോബർ മാസം ബിൽ വിൽസണിനൊപ്പം പോയിരുന്ന മറ്റൊരു അംഗമാണ് ബിൽ റൂഡൽ ആൻഡ് ഡോക്ടർ ബോബ് സ്മിത്ത്. പിന്നെയുള്ളത് ഡോക്ടർ ബോബ് സ്മിത്ത്. അപ്പൊ ക്ലാസ് ബി ട്രസ്റ്റ് വേർ ബിൽ റൂഡൽ ആൻഡ് ഡോക്ടർ ബോബ് സ്മിത്ത്. അപ്പോൾ ക്ലാസ് ബി ട്രസ്റ്റി ആയിട്ട് ബിൽ റൂഡലിനെയും ഡോക്ടർ ബോബ് സ്മിത്തിനെയും മാത്രമാണ് തിരിച്ചത്. ബോത്ത് ബിൽ വിൽസൺ ആൻഡ് ഹാങ് പി elected to the advisory board along with Albert Scott and Leroy Chipman. അപ്പൊ ബിൽ വിൽസൺ ഹാങ് പിക്കും ട്രസ്റ്റിഷിപ്പ് ഇല്ല, പക്ഷെ അവർ അഡ്വൈസറി ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വിത്ത് ആൽബർട്ട് സ്കോട്ട് ആൻഡ് അതായത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ആൽബർട്ട് സ്കോട്ടിനോടും ലിറോയ് ചിപ്മാനോടൊപ്പം. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഇത് വളരെ ജിജ്ഞാസ ഉളവാക്കുന്ന ടു നോട്ട് ദ സ്ട്രോങ് സിമിലാരിറ്റീസ്, അതായത് ചില സാമ്യതകൾ ആൻഡ് ഓൾസോ സം സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, ചില സാമ്യതകളും ചില വ്യത്യസ്തതകളും നമുക്ക് അവിടെ കാണും ബിറ്റ്വീൻ ദ സ്ട്രക്ചർ ഓഫ് ദ ന്യൂ ആൽക്കഹോൾ ഫൗണ്ടേഷൻ ആൻഡ് ദ വേ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ ഹാഡ് സെറ്റപ്പ് ഹിസ് ഓൺ കമ്മിറ്റി ഓൺ ബെനോവലൻസ് സോ മെനി ഇയേഴ്സ് ഏർലിയർ. അതായത് അതിനു മുമ്പ് ആൽക്കഹോളിക് ഫൗണ്ടേഷനെ പോലെ തന്നെ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, കമ്മിറ്റി ഓൺ ബെനവലോസ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിനോട് ചില സമാനതകളും ചില വ്യത്യസ്തതകളും നമ്മുടെ പുതിയ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ ഉണ്ട്. റോക്ക്ഫെല്ലേഴ്സ് ബെനോവലൻസ് കമ്മിറ്റി ഹാഡ് എ നമ്പർ ഓഫ് honorary members on its board of directors, as are Wood and Smith here. അപ്പൊ വുഡിനെ പോലെയും ജോൺ വുഡിനെ പോലെയും ഡോക്ടർ ബോബ് സ്മിത്തിനെ പോലെയും ധാരാളം ആളുകൾ അതിനകത്ത് ബഹുമാന പുരസ്സരം ഹോണററി മെമ്പർ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ദ റിയൽ ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് റെസ്റ്റഡ് സ്ക്വയർലി വിത്ത് ഹിസ് അഡ്വൈസറി കമ്മിറ്റി പവർഫുൾ എക്സിക്യൂട്ടീവ് വാസ് വില്ലാർഡ് റിച്ചാർഡ്സൺ, വിച്ച് ഇസ് നോട്ട് ദ കേസ് ഹിയർ. അപ്പം അവിടെ അഡ്വൈസറി ബോർഡിലെ അംഗം ആരായിരുന്നു? വില്ലാർഡ് റിച്ചാർഡ്സൺ ആണ്. അവരുടെ തീരുമാനത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. The Alcohol Foundation made no official distinctions among the 4 members of the advisory board, and no single member was designated as its executive director. അതായത് ആൽക്കഹോളിക് ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം അവർ അതേ മോഡലിൽ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നെങ്കിലും അഡ്വൈസറി ബോർഡിന് മാത്രമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ ഇടപാടുകൾ നടത്താനോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ പൊസിഷനോ ഒന്നും അവർക്ക് കൊടുത്തിരുന്നില്ല. സ്റ്റിൽ ഇപ്പോഴും ഈവൻ ഇൻ ദ റെഡ്യൂസ്ഡ് കപ്പാസിറ്റി, വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ചെറിയൊരു കഴിവ് അഡ്വൈസറി ബോർഡിനുണ്ടെങ്കിലും അഡ്വൈസറി ബോർഡ് വുഡ് ഫംഗ്ഷൻ ആസ് ദ സെന്റർ ഓഫ് ആക്ഷൻ വിത്തിൻ ദ ആൽക്കഹോൾ ഫൗണ്ടേഷൻ. പക്ഷേ അങ്ങനെ ഒരു പ്രത്യേക വലിയ ശക്തി ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അഡ്വൈസറി ബോർഡാണ് ആൽക്കഹോൾ ഫൗണ്ടേഷന്റെ കേന്ദ്ര ബന്ധമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അണ്ടർ ദിസ് മോഡൽ, ഈ മോഡലിൽ ഡോക്ടർ ബോബ് പ്രസൻസ് ആസ് വൺ ഓഫ് ദ ട്രസ്റ്റീസ് എ പൊസിഷൻ ദാറ്റ് ഫുള്ളി അക്നോളജ് ഹിസ് കമ്മിറ്റ്മെന്റ് ടു ദ പ്രൊജക്ട് ഓഫ് റൈസിംഗ് ആൻഡ് സ്പെൻഡിങ് മണി. ഇങ്ങനെ ഈ ട്രസ്റ്റി പൊസിഷനിലേക്ക് കടന്നു വന്നപ്പോൾ ഡോക്ടർ ബോബിന് കൂടുതൽ വിവരങ്ങളും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കമ്മിറ്റ്മെന്റും ഉണ്ടായി. എന്താണ്? ഈ പ്രൊജക്ടിന് വേണ്ടി കുറച്ച് പണം കണ്ടെത്തണം, അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നതിനെ കുറിച്ച് simultaneously recognize that the 450 miles spreading him from New York City would prevent him from being any kind of force in the day-to-day decision making process. അതായത് ഈ ഒരു കാര്യം അവന് മനസ്സിലായി, 450 മൈൽ വരെ തന്റെ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റിക്ക് ചുറ്റുമാണ് ഇത്തരം കാര്യങ്ങൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഡേ ടു ഡേ ഡിസിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട്. വിൽസൺ ആൻഡ് ബാക്ക് വുഡ് ബി ദ പ്രൈമറി ചാനൽസ് ഫോർ ദ ഇൻഫോർമേഷൻ പ്രസിഡന്റ് ട്രസ്റ്റീസ് ആൻഡ് ദേ വുഡ് therefore be in the position of having the most influence over any decision trustees might make. അപ്പൊ ഈ ന്യൂയോർക്കിലുള്ള ഹാങ് പിയും വിൽസണുമാണ് ഏറ്റവും കൂടുതൽ ഇതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ട്രസ്റ്റിമാർക്ക് ഇതെല്ലാം പ്രസന്റ് ചെയ്യേണ്ടതിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഉള്ളത്. അവർക്ക് സ്വാധീനമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഡോക്ടർ ബോബ് സ്മിത്തിനെ സംബന്ധിച്ചിടത്തോളം അക്രോണിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്ന് വേണം ആ കാര്യങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ദ ഇനീഷ്യൽ മീറ്റിംഗ്സ് ഓഫ് ദ ഫൗണ്ടേഷൻ, അപ്പം ഫൗണ്ടേഷന്റെ ആദ്യത്തെ മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ദ പേപ്പർ വർക്ക് വാസ് ഡേറ്റഡ് ആൻഡ് ഡെലിവേർഡ് ഓൺ ഫ്രൈഡേ, August 5th. അപ്പൊ ആഗസ്റ്റ് 5-ാം തീയതി ഫ്രൈഡേയിൽ പേപ്പർ വർക്ക് എല്ലാം ചെയ്തു. ബട്ട് ഇറ്റ് വാസ് അണ്ടിൽ ദ ഫോളോയിങ് Thursday, August 11, that the first meeting of the alcohol fund was actually held. പക്ഷെ അന്ന് മീറ്റിംഗ് നടന്നില്ല. പക്ഷെ August 11 ആൽക്കഹോൾ ഫൗണ്ടേഷന്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നു. ദ ഡിലേ വാസ് നെസസറി
because Dr. Bob Smith would not be coming to New York City for the meeting, so the document had to be mailed to him for his signature and official notarization. അപ്പം ഡോക്ടർ ബോബ് ഈ സമയത്ത് ഓഗസ്റ്റ് 5-ന് ന്യൂയോർക്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ ബോബ് സ്മിത്തിന് ഈ കത്തുകളെല്ലാം ഈ ലെറ്ററുകൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ ഒപ്പും നോട്ടറൈസേഷനും ഒക്കെ തിരിച്ചു വരേണ്ടതുണ്ടായിരുന്നു. ഈച്ച് ഓഫ് ദ അതർ 4 trustees had their copy signed and notarized on August 5. മറ്റുള്ള 4 പേരും ട്രസ്റ്റിമാരും ഓഗസ്റ്റ് 5 തന്നെ ഒപ്പിടുകയും നോട്ടറൈസേഷൻ ചെയ്യുകയും ചെയ്തു. ബട്ട് സ്മിത്ത് സൈൻഡ് കോപ്പീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ട്രസ്റ്റ് which was notarized on the 10th. 10-ാം തീയതിയാണ് അത് നോട്ടറൈസ് ചെയ്ത് along with his handwritten proxy letter authorizing Willard Richardson a vote in his stead. അപ്പോൾ ഈ വില്ലാർഡ് റിച്ചാർഡ്സിനോട് അദ്ദേഹത്തിന് പകരമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു ലെറ്ററും കൂടി അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡിഡ് നോട്ട് അറൈവ് ഇൻ ന്യൂയോർക്ക് അൻറ്റിൽ ഓഗസ്റ്റ് 11-ാം തീയതിയാണ് ആ ലെറ്റർ വരുന്നത്. ഇൻ ഫാക്ട് ഡോക്ടർ ബോബ് സ്മിത്ത് വാസ് അനേബിൾ ടു അറ്റൻഡ് എനി ഓഫ് ദ ഒഫീഷ്യൽ ട്രസ്റ്റി മീറ്റിംഗ് ഡ്യൂറിംഗ് ദ ക്രിട്ടിക്കൽ 1938 പീരീഡ്. അപ്പോൾ 1938 ഒരു മീറ്റിംഗിലും ഡോക്ടർ ബോബ് സ്മിത്തിന് കൃത്യമായി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വോട്ട് വില്ലാർഡ് റിച്ചാർഡ്സിനോട് ചെയ്യാനായിട്ട് അദ്ദേഹം ഓതറൈസേഷൻ ചെയ്യുകയും ചെയ്തു. ദ ഫസ്റ്റ് മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് വിത്ത് എവറിഥിങ് ഇൻ ഹാൻഡ്, എല്ലാം കൈകളിലായി. ആമോസ് റിച്ചാർഡ്സൺ ആൻഡ് റൂഡൽ, ആമോസും ഫ്രാങ്ക് ആമോസും വില്ലാർഡ് റിച്ചാർഡ്സണും റൂഡലും ജോൺ വുഡ്, ആ സമയത്തേക്ക് നമ്മുടെ ഇത് എഴുതിയ ജോൺ വുഡ് വാസ് ആബ്സെന്റ്, അന്നേരം ഉണ്ടായിരുന്നില്ല. മെറ്റ് ഇൻ റൂം 5600 അറ്റ് റോക്ക്ഫെല്ലർ സെന്റർ. അപ്പോൾ റോക്ക്ഫെല്ലർ സെന്ററിലാണ് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. റൂം നമ്പർ 5600 എന്നാണ് അത് പറയുന്നത്. Dr. Bob's proxy, I hereby appoint Mr. W.S. Richardson to represent me at the meeting at the trustee of the Alcohol Foundation. അദ്ദേഹം ഡോക്ടർ ബോബ് ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നുണ്ട്. ഞാൻ വില്ലാർഡ് റിച്ചാർഡ്സൺ എന്ന് പറയുന്ന ആളെ എനിക്ക് പകരമായി അവിടെ നിയമിക്കുന്നു, എനിക്ക് പകരമായി വോട്ട് ചെയ്യാനായിട്ട്. ടു വോട്ട് ഫോർ മീ ആസ് ഹി സീസ് ഫിറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന ആളെ എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ കഴിയും. ഐ ഇൻസ്ട്രക്ട് ഹിം ഹൗ ടു വോട്ട് ഫോർ മിസ്റ്റർ ഫ്രാങ്ക് പി ആമോസ് ഫോർ ട്രഷറർ ഓഫ് സെറ്റ് ഫൗണ്ടേഷൻ. അപ്പം ഫ്രാങ്ക് ആമോസിനോടൊക്കെ ഒപ്പം അദ്ദേഹത്തിന് ഈ ട്രസ്റ്റ് എന്ന രീതിയിൽ ഫൗണ്ടേഷനിലേക്ക് വോട്ട് ചെയ്യാൻ കഴിയും. വാസ് ഡ്യൂലി റീഡ് ആൻഡ് അക്സെപ്റ്റഡ് ആൻഡ് വിത്തിൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ് ബിൽ റൂഡൽ വാസ് എലക്റ്റഡ് ആസ് പെർമനന്റ് ചെയർമാൻ ഓഫ് ദ ആൽക്കഹോളി ഫൗണ്ടേഷൻ. അപ്പൊ ആദ്യത്തെ മീറ്റിംഗിൽ ഈ ഇതൊക്കെ വായിക്കുകയും ബിൽ റൂഡലിനെ ആദ്യത്തെ ചെയർമാനായിട്ട് ആൽക്കഹോളി ഫൗണ്ടേഷൻ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പൊ ഇന്നും നമ്മൾ തുടരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ കാസ്ബി ട്രസ്റ്റികളിൽ നിന്നാണ് ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത്. And Frank Amos became its temporary secretary and the permanent treasurer. അപ്പോൾ ഫ്രാങ്ക് ആമോസും ടെമ്പററി സെക്രട്ടറി ആയി ആൻഡ് പെർമനന്റ് ട്രഷററായി മാറി. ദ ടു റിമൈനിങ് റോക്ക്ഫെല്ലർ മാൻ, മറ്റ് 2 റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ചിപ്മാനും സ്കോട്ടും വേർ ദർ എലക്റ്റഡ് ടു ദി ഫൗണ്ടേഷൻ അഡ്വൈസറി ബോർഡ്. അപ്പോൾ ഫൗണ്ടേഷന്റെ അഡ്വൈസറി ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ദർ ബൈ സിമെന്റിങ് ദ കമ്മിറ്റ്മെന്റ് ഓഫ് ഓൾ 4 റോക്ക്ഫെല്ലർ ഫ്രണ്ട്സ് ഫോർ ന്യൂ ഫൗണ്ടേഷൻ. അപ്പൊ 4 പേരും, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിൽ 4 പേരും ആൽക്കഹോൾ ഫൗണ്ടേഷന്റെയും ട്രസ്റ്റിമാരായി പ്രവർത്തിച്ചു. അലോങ് വിത്ത് ബിൽ വിൽസൺ ആൻഡ് ഹാങ് പി, 2 of these new members, ചിപ്മാൻ ആൻഡ് പി, were present at the meeting. ആൽബർട്ട് സ്കോട്ട് ആൻഡ് ബിൽ വിൽസൺ were not. അപ്പം ബിൽ വിൽസണും ആൽബർട്ട് സ്കോട്ടും ആ സമയത്ത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നിരുന്നില്ല. പക്ഷേ ചിപ്മാനും ഹാങ് പിയും അഡ്വൈസറി ബോർഡിന്റെ പേരിൽ അവിടെ മീറ്റിംഗിൽ പങ്കെടുത്തു. Having taken care of the administrative formalities, Hank P was then called upon to recount the work to date in the eastern section and the delivered a report noting that. അതായത് പിന്നീട് ഹാങ് പി ഒരു ഇതിന്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫോർമാലിറ്റീസ് തീർന്നതിന് ശേഷം അദ്ദേഹം മീറ്റിംഗ് വിളിച്ചു. ആൽക്കഹോളിസ് 41 ആൽക്കഹോളിസ് ഹാവ് റിക്കവേർഡ് ആൻഡ് ആർ കറന്റ്ലി ഓൺ ദ ബോൾ. അതായത് 41 ആൽക്കഹോളിക്കുകൾ ഇതുവരെ മോചനം നേടിയിട്ടുണ്ട്. 6 ആൽക്കഹോൾ ഇൻ ദ ക്വസ്റ്റ്യനബിൾ ക്ലാസ്സസ്. 6 ആൽക്കഹോളിക്കുകൾ ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്, എന്ന് വെച്ചാൽ സുഖപ്പെട്ടിട്ടില്ല. 12 ആൽക്കഹോളിക്സ് അപ്പോൺ ഹും എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ഹാഡ് സ്പെൻഡ്. 12 ആൽക്കഹോളിക്കുകൾ വളരെ കാലമായി സോബറാണ്. ബട്ട് ഹു ആർ സോ ഡിഫിക്കൽട്ട് ദാറ്റ് ദ കേസ് ആർ ക്ലാസിഫൈഡ് പ്രാക്ടിക്കലി ഹോപ്പ്ലെസ്. അതായത് വളരെ വ്യക്തമായ രീതിയിൽ അപ്രതീക്ഷാരഹിതരായി തീർന്നിരിക്കുന്ന 12 ആളുകൾ സുബോധാവസ്ഥയിലേക്ക് ഇരിക്കുന്നു. 10 ആൽക്കഹോളിക്സ് ഹു ഹാവ് ഡെഫിനറ്റ്ലി റിക്കവേർഡ് ബട്ട് ഹു ആർ ഔട്ട് ഓഫ് ടച്ച് വിത്ത് ദ ഗ്രൂപ്പ്. 10 ആൽക്കഹോളിക്കുകൾ തീർച്ചയായും റിക്കവേർഡ് ആണ്, പക്ഷെ അവർ ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്നില്ല. അറ്റ് പ്രസന്റ് ദേ ഹാവ് ഓവർ 25. അങ്ങനെ 25 ആളുകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സിൻസ് ദ ഹോയോ കണ്ടിൻജന്റ് വാസ് at this time commonly referred to as being in a western city and its environs,
These figures represent the current status of recovery in New York, New Jersey and Washington. അതായത് വാഷിംഗ്ടണിലെയും ന്യൂജേഴ്സിയിലെയും ന്യൂയോർക്കിലെയും ഒരു നമ്പറുകളാണ് ഹാങ്പി ഇപ്പോൾ അവിടെ പറയുന്നത്. If there had really been just 10 sober members the previous October, and if Hank's August numbers are accurate, there would have been solid fourfold increase and the number of sober members in East since Bill and കൗണ്ടർ നോസസ് ഇൻ അക്രോൺ. അക്രോണില് ബിൽ വിൽസണും ഡോക്ടർ ബോബും അതിന് നേരത്തെ അവര് കൗണ്ട് ചെയ്തപ്പോ ഏകദേശം 41 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയാ. അതുപോലെ തന്നെ നമ്മുടെ ന്യൂയോർക്കിലുള്ള ആളുകളുടെ എണ്ണമാണ് അദ്ദേഹം പറയുന്നത് 41. ഏകദേശം 100 ആളുകൾ 2 സ്ഥലത്തുനിന്നുമായിട്ടുണ്ടെന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. While Hank had suggested to Amos in mid-March that neither he nor Bill nor Fitz should be called upon to make reports for be presented to show results. അപ്പൊ ആമോസിനോട് ഈ മാർച്ചിലെ ബില്ലോ ഞാനോ ഫിറ്റ്സോ ഇത് കൃത്യം കണക്കുകൾ എടുത്തുകൊണ്ട് ഇതിന്റെ റിസൾട്ട് പറയാനായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദിസ് കൈൻഡ് ഓഫ് ഗ്രോത്ത് ഇസ് ജസ്റ്റ് 10 months വാസ് സർട്ടൻലി ദ കൈൻഡ് ഓഫ് റിപ്പോർട്ട് ഹാങ്പി വാസ് അൺഷിറ്റ് ടു മേക്ക്. അപ്പൊ കൃത്യം കണക്കല്ല. അപ്പൊ ഹാങ്പി തീർച്ചയായും ഇതിനു വേണ്ടിയിട്ട് ഒരു ശരാശരി കണക്കെടുത്തു എന്നുള്ളൂ. സച്ച് ഇംപ്രസീവ് നമ്പേഴ്സ് ലെൻഡ് സോളിഡ് credibility to the desperate need for money so they could continue the obviously effective work of savings alcoholics. അതായത് ഈ നമ്പർ എടുത്തതിനുള്ള ഒരു കാരണം ആൽക്കഹോളിക്സുകൾ സോബർ ആകുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പുതിയ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ മോചനത്തിന്റെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പണം ആവശ്യമുണ്ടെന്നതിനുള്ള വ്യക്തമാക്കുന്നതിനാണ്. റിഗാർഡിംഗ് those needed contribution, Hank concluded his presentation by providing some details on Mr. Wilson's and his own activities toward raising funds for the foundation. അപ്പോൾ അങ്ങനെ നമ്പർ ഇങ്ങനെയുള്ള ഇത്ര ആളുകളുടെ എണ്ണമൊക്കെ പറഞ്ഞതിന് ശേഷം ഹാങ്ക് അവസാനം ബിൽ വിൽസന്റെ പ്രയത്നങ്ങളെ പറ്റിയും പൈസ ശേഖരിക്കുന്ന പ്രയത്നങ്ങളെ പറ്റിയും വിവരിച്ചു. ഓൾദോ ദ മിനിറ്റ്സ് ആർ നോട്ട് എക്സ്പ്ലിസിറ്റ്, ബിസൈഡ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം Rockefeller in March, Hank likely reported the monies they had already received from Charlestown and the $1,000 Bill had managed to borrow from Agnes Mayo. അപ്പോൾ ആഗ്നസ് മയോയുടെ ഫിറ്റ്സ് മയോയുടെ സഹോദരിയായ ആഗ്നസ് മയോയിൽ നിന്നും $1000 സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഹാങ്ക് പിന്നെ ചാൾസ് ബി ടൗൺസിൽ നിന്ന് ചെറിയൊരു പണം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ അവിടെ വിവരിച്ചു. ബിയോണ്ട് ദാറ്റ് വി ക്യാൻ സേഫ്ലി അസ്യൂം ഹാങ്ക് ദെൻ painted a glowing picture of their current plans for approaching some of the richest men in the country, including Owen Young, Thomas Lemont, Alfred Solon, Edward Stellinos and Henry Ford. അത് ഇത്തരം മനോഹരമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം അമേരിക്കയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഓവൻ യോങ്ങിനോടും തോമസ് ലിമോണ്ടിനോടും ആൽഫർഡ് സോളനോടും എഡ്വേർഡ് സ്റ്റെറ്റിനോടും ഹെൻറി ഫോർഡിനോടും ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പണം ഞങ്ങൾ ശേഖരിക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്നും ഹാങ്പി പറഞ്ഞു. ഇൻ ഹിസ് ന്യൂ റോൾ ആസ് എ ട്രഷറർ, അതായത് ട്രഷറർ എന്ന രീതിയിൽ ആമോസ് then went into ബഡ്ജറ്റ് ആൻഡ് ഓഫീസ് മാറ്റേഴ്സ് ഫോർ ദ ഇൻഫോർമേഷൻ ഓഫ് ദ ട്രസ്റ്റീസ്. അപ്പോൾ പൊതുവായിട്ടുള്ള ബഡ്ജറ്റിനെ പറ്റിയും തങ്ങളുടെ ഓഫീസിന്റെ കാര്യങ്ങളെ പറ്റിയും ട്രസ്റ്റിമാരോട് വിവരിക്കാനായിട്ട് ഫ്രാങ്ക് ആമോസ് അടുത്ത നടപടി സ്വീകരിച്ചു. Producing the necessary paperwork to be signed by 3 of them so that an unincorporated association account could be opened at the local bank of the future management of the foundation's money. അതായത് ഭാവിയിൽ ഇനി ഫൗണ്ടേഷനിലേക്ക് വരുന്ന പണം ഇവിടെയുള്ള ഒരു ലോക്കൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം ഈ പറയുന്ന അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം അവിടെ വെച്ചിട്ട് ആയിരിക്കും പിന്നീട് നമ്മൾ ഫ്യൂച്ചർ മാനേജ്മെന്റ് ഭാവിയിൽ നമ്മുടെ പണം ഉപയോഗിക്കുന്നത് എന്ന് പറയുകയാണ്. ആൻഡ് സോ ഓൺ ദാറ്റ് ഹൈ നോട്ട് ആൻഡ് വിത്ത് ഗ്രേറ്റ് ഹോപ്സ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം വലിയ പ്രതീക്ഷയോടുകൂടി ഭാവിയുടെ പ്രതീക്ഷയോടുകൂടി ദ ഫസ്റ്റ് ഫോർമൽ മീറ്റിംഗ് ഓഫ് ദ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ വാസ് അനോണിമസ്ലി അഡ്ജോർൺഡ്. അപ്പോൾ ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ ആദ്യത്തെ മീറ്റിംഗ് അങ്ങനെ അവസാനിച്ചു. വിച്ച് വുഡ് ലേറ്റർ ഇൻവോൾവ് ഇൻ ടു ദ ജനറൽ സർവീസ് ഓഫീസ് ആൽക്കഹോളിക്സ് അനോണിമസ്. നമുക്കറിയാം പിന്നീട് ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ മീറ്റിംഗ് ജനറൽ സർവീസ് ഓഫീസ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വൈ ബിൽ വിൽസൺ ഡിഡ് നോട്ട് അറ്റൻഡ് ദിസ് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. അപ്പൊ എന്തുകൊണ്ടാണ് ബിൽ വിൽസൺ ഇത്തരത്തിലുള്ള ആദ്യത്തെ വലിയ പ്രാധാന്യമുള്ള ഈ മീറ്റിംഗിൽ പങ്കെടുക്കാണ്ടിരുന്നത്? ഓഫ് എ മിസറി ആൻഡ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ഓഫ് സച്ച് എ ക്രിട്ടിക്കൽ ജങ്ക്ചർ ഓഫ് ദ ഗ്രൂപ്പ്. അപ്പം അത് തികച്ചും അവ്യക്തതയുണ്ട്, പൂർണ്ണമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ
ക്രിട്ടിക്കൽ ജംഗ്ഷൻ ഫോർ വിമർശനാത്മകമായ ഗ്രൂപ്പിന്റെ ചില കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുക. ദിസ് റീസൺ ഫോർ ഹിസ് ആബ്സെൻസ് ഇസ് നെയ്തർ നോട്ടഡ് ഇൻ ദ മിനിറ്റ്സ് ഓർ മെൻഷൻഡ് ഇൻ ദ ലൂയിസ് ഡയറി ഓർ ഇൻ എനി അതർ കോണ്ടംപററി ഡോക്യുമെന്റ്. കാരണം എന്തുകൊണ്ടാണ് അവൻ ആബ്സെന്റ് ആയെന്നുള്ള കാരണം മിനിറ്റിലോ ലൂയിസിന്റെ ഡയറികളിലോ മറ്റ് അതിനോട് തുലനം ചെയ്യാവുന്ന ഡോക്യുമെന്റുകളിലോ ലഭ്യമല്ല. ദ മീറ്റിംഗ് വാസ് കോൾഡ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. ഒന്നാമത്തെ കാര്യം, മീറ്റിംഗ് ഏറ്റവും അവസാന നിമിഷങ്ങളാണ് വിളിക്കുന്നത്. ഓൺ ദ സെയിം ഡേ ബോബ് സ്മിത്ത് സൈൻഡ് കോപ്പീസ് ഓഫ് ദ ട്രസ്റ്റ് ഇൻഡോഞ്ചർ ആൻഡ് ഹിസ് പ്രോക്സി ലെറ്റർ അറൈവ്ഡ്. അതായത് ഡോക്ടർ ബോബിന്റെ സമ്മതപത്രവും പിന്നെ മറ്റ് വോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനെ നിയമിച്ചുകൊണ്ടുള്ള ലെറ്റർ വന്ന അതേ ദിവസം തന്നെ ഉടൻ തന്നെ വിളിക്കുകയാണ് ചെയ്തത്. സോ പെർഹാപ്സ് ബിൽ ഹാഡ് എ പ്രിയർ കമ്മിറ്റ്മെന്റ് ടു മീറ്റ് വിത്ത് സം റിച്ച് ഓർ വെൽ കണക്റ്റഡ് ന്യൂയോർക്കേഴ്സ് ഓൺ ദാറ്റ്. ഒരു പക്ഷേ ബിൽ വിൽസണും ആ ദിവസം തന്നെ ഏതെങ്കിലും റിച്ചസ്റ്റ് ആയിട്ടുള്ള ധനികരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെടാനായിട്ടുള്ള ദിവസമായിരുന്നിരിക്കാമെന്ന്, അതുകൊണ്ടായിരിക്കാം പങ്കെടുക്കാണ്ടിരുന്നത്. വൺ ഹി ജസ്റ്റ് കുഡ് നോട്ട് അഫോർഡ് ടു ക്യാൻസൽ. ഒന്നാമത്തെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. ബട്ട് വാട്ട് എവർ ദ എക്സ്പ്ലനേഷൻ, ഇതിനെ പറ്റിയുള്ള വിവരണങ്ങൾ എന്തൊക്കെ തന്നെയാണ്, ബിൽസ് ആബ്സെൻസ് ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ഹാങ് പി വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് സെൻട്രൽ സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ ബില്ല് അന്ന് വരാതിരുന്നുകൊണ്ട് ഹാങ് പി അതിന്റെ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുകയും അതിന് വിവരിക്കാൻ സാധിക്കുകയും ചെയ്തു. ആൻഡ് പ്രൗഡ്ലി റീകൗണ്ട് ഫോർ ദ ട്രസ്റ്റീസ് ഓഫ് ഓൾ ഓഫ് ദെയർ കറന്റ് സക്സസ് ഇൻ ദ ഈസ്റ്റ്. അതുകൂടാതെ അവരുടെ ഈസ്റ്റിലുള്ള കറന്റ് സക്സസിനെ എന്ന് പറഞ്ഞാൽ ഒഹായോയിലുള്ള കറന്റ് സക്സസിനെ കുറിച്ച് പറയാനും സാധിച്ചു. ദ സെക്കൻഡ് മീറ്റിംഗ്, അടുത്ത മീറ്റിംഗ്, ഇറ്റ് ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദർ neither Wilson or Parks attended the second meeting of the Alcoholic Foundation, which was held just 7 days later on Thursday. അപ്പൊ അടുത്ത 7 ദിവസത്തിന് ശേഷം വ്യാഴാഴ്ച ഓഗസ്റ്റ് 18 രണ്ടാമത്തെ മീറ്റിംഗ് വിളിച്ചിരുന്നെങ്കിലും വിൽസണോ ഹാങ് പിയോ അതിനകത്ത് പങ്കെടുത്തില്ല. വി നോ ബിൽ ഹാഡ് ലെഫ്റ്റ് ഫോർ മേരിലാൻഡ് ദ പ്രീവിയസ് സാറ്റർഡേ. അപ്പൊ കാരണം അടുത്ത ശനിയാഴ്ച, പിന്നീടുള്ള ശനിയാഴ്ചകളിൽ അദ്ദേഹം മേരിലാൻഡിലേക്ക് പോയാണ്. ചേസിംഗ് ദ പോസിബിലിറ്റി ഓഫ് ഓപ്പണിംഗ് എ സാനിറ്റോറിയം ഫോർ ആൽക്കോളിക്സ് ഇൻ വാഷിംഗ്ടൺ DC. വാഷിംഗ്ടൺ DC-യിൽ ഒരു സാനിറ്റോറിയം മദ്യാസക്തർക്കായി തുറക്കാൻ സാധിക്കുമോ എന്നുള്ള സാധ്യതകൾ ആരായാൻ വേണ്ടി അദ്ദേഹം പോയിരിക്കുകയാണ്. ബട്ട് ദ റീസൺ ഫോർ ഹാങ് പി ആബ്സെൻസ് ആൻഡ് ഹിസ് എക്സാക്ട് whereabouts on what day are uncertain. പക്ഷേ എന്തുകൊണ്ടാണ് ഹാങ് പി പങ്കെടുക്കാതിരുന്നത് എന്നുള്ളത് കൃത്യതയായി വ്യക്തതയില്ല. ദിസ് സെക്കൻഡ് മീറ്റിംഗ് വാസ് അറ്റൻഡ് ബൈ റിച്ചാർഡ്സൺ, Amos and Rudel, along with Leroy Chipman, who was sitting as a representative for the advisory committee. അപ്പോൾ ഇത്തരം അഡ്വൈസറി കമ്മിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ലീറോയ് ചിപ്പുമാനും പിന്നെ റൂഡലും ആമോസും വില്യാർഡ് റിച്ചാർഡ്സണും ആ രണ്ടാമത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു. Other than reading and accepting the minute from the previous meeting and the treasurer's report with the particular of the new bank account he would be opening the next day. അപ്പോൾ കഴിഞ്ഞ മീറ്റിംഗിലുണ്ടായ മിനിറ്റ്സ് അവതരിപ്പിച്ചു, അവിടെയുള്ള റിപ്പോർട്ട്, ട്രഷറി റിപ്പോർട്ട് വായിച്ചു. അതിനുശേഷം പുതിയ ബാങ്ക് അക്കൗണ്ട് അടുത്ത ദിവസം തന്നെ തുറക്കുകയും ചെയ്തു. ദ എൻറ്റയർ അജണ്ട വാസ് ഡിവോട്ട് ടു ദ ട്രാൻസ്ഫർ ഓഫ് ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയേഴ്സ് കോൺട്രിബ്യൂഷൻ ഫ്രം ദ ആൽക്കോഹോളിക് ഫണ്ട് ഫോർ ദ ന്യൂ ആൽക്കോഹോളിക് ഫൗണ്ടേഷൻ. അപ്പം ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയറിന്റെ എല്ലാ സംഭാവനകളും ഈ ആൽക്കോഹോളിക് ഫൗണ്ടേഷന്റെ പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റി. ഫോർ സം റീസൺ ദിസ് ഇൻവോൾവ്ഡ് കൺസിഡറബിൾ ഡിസ്കഷൻ ബിഫോർ ദ ത്രീ മെൻ anonymously agreed to transfer the $2,150 still remaining from an anonymous donor for the alcoholic work being done in Akron, Ohio, in the foundation new account. അപ്പം $2,150 അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് മറ്റൊരു അനോണിമസ് ഡോണർ, അത് അറിയപ്പെടാത്ത ഒരു സംഭാവന ചെയ്ത ഒരാളുണ്ട് ഈ ആൽക്കോഹോളിക് വർക്കിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ പണയും അത് ഒഹായോ എന്നാണ് കിട്ടിയത്. അത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് മോർ ദാൻ ലൈക്ലി ദിസ് prolonged discussion centered in the fact that the money could only be transferred with the stipulation that it be used exclusively for the work at Akron. ഇതിനകത്ത് ഈ പണം അവർക്ക് ലഭിച്ചത് തീർച്ചയായും അക്രോണിലെ വർക്കിന് വേണ്ടിയിട്ടാണ്. മേക്കിംഗ് ഇറ്റ് എക്സ്പ്ലിസിറ്റ് ദാറ്റ് ദ മണി കുഡ് നോട്ട് ബി സ്പെൻഡ് ഫോർ എനി ഓഫ് ദ അതർ പർപ്പസ്. അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യത്തിനായി പണം ഉപയോഗിക്കരുതെന്നുള്ള രീതിയിലാണ് ആ പണം ലഭിച്ചത്. സ്റ്റേറ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ടർ. അപ്പോൾ ഹാവിങ് അപ്രൂവ്ഡ് ദ ട്രാൻസ്ഫർ വിത്ത് ദാറ്റ് റെസ്ട്രിക്ഷൻ. അപ്പോൾ ഈ പണം അങ്ങനെ മാറ്റിയിരിക്കുന്നതും ആ ഒരു നിയന്ത്രണം വെച്ച് തന്നെയാണ്. The trustees then authorized Frank Amos to send Dr. Bob Smith a check of $200 on the first of each month, starting in September and continuing until the following April. അപ്പോൾ $200 വെച്ച് ഡോക്ടർ ബോബിന് പണം അയക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം
വീണ്ടും പണം ചെക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും ചെക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദ നെക്സ്റ്റ് ഡേ ഫ്രാങ്ക് ആമോസ് വാസ് സ്റ്റിൽ ബിസി വിത്ത് ഫൗണ്ടേഷൻ വർക്ക്. അപ്പൊ അടുത്ത ദിവസവും ഫ്രാങ്ക് ആമോസ് ഈ പറയുന്ന ഫൗണ്ടേഷന്റെ ജോലിക്കായി തിരക്കാൻ August 11, 1938. അതായത് അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ജോയിന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ പേരിൽ, അതായത് August 11, 1938 തുടങ്ങിയ ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ പേരിലേക്ക് എല്ലാ പണവും ട്രാൻസ്ഫർ ചെയ്തു. ഫ്രാങ്ക് August 1. August 1-ന് $200 ഒരു ചെക്ക് ഡോക്ടർ ബോബിന് അയച്ചത് കൂടാതെ മറ്റു പണങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടും റെസിപ്റ്റും ഒക്കെ ആയിട്ട് റിച്ചാർഡിന് കൊടുത്തു. ആമോസ് റൈറ്റ്സ് എ ഹിസ്റ്ററി ഓഫ് ദ ഫൗണ്ടേഷൻ. അപ്പൊ ആമോസ് ഒരു ഫൗണ്ടേഷന്റെ ഒരു ചരിത്രം എഴുതി. ആഫ്റ്റർ സ്പെൻഡിങ് സം കൺസിഡറബിൾ ടൈം വിത്ത് ഫ്രാങ്ക് ആമോസ് ഇൻ അക്രോൺ ദ പ്രീവിയസ് ഫെബ്രുവരി. അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഫ്രാങ്ക് ആമോസ് അക്രോണിൽ കുറച്ച് സമയം ചെലവഴിച്ചു. ബോബ് സ്മിത്തുമായിട്ട് ഹാർഡ് ക്യാരക്ടറൈസ്ഡ് ഹിം ആസ് എ വെരി ഷുവേർഡ് മാൻ ആൻഡ് എ വെരി കെയർഫുൾ ആൻഡ് ത്രൂ ഡയഗ്നോസ്റ്റേഷൻ. അതായത് വളരെ ശ്രദ്ധയാർജിച്ച മനുഷ്യൻ, വളരെ ശ്രദ്ധയുള്ള മനുഷ്യൻ, തീർച്ചയായും നമ്മുടെ രോഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഒരാൾ. ആൻഡ് ഇറ്റ് വാസ് എക്സാക്ട്ലി ദിസ് ക്വാളിറ്റീസ് വിച്ച് പ്രോംപ്റ്റഡ് ആമോസ് ടു സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് that Friday afternoon dictating and proofing an 8-page document he entitled. അതായത് അങ്ങനെ അദ്ദേഹം 8 പേജുള്ള ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി. ഹിസ്റ്ററി ഓഫ് ദ ആൽക്കഹോളിക് മൂവ്മെന്റ് അപ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ ഓൺ August 11, 1938. അതായത് ഒരു ചരിത്രം ആൽക്കഹോളിക് മൂവ്മെന്റിന്റെ ഫോർമേഷനെ, അതായത് ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ ഫോർമേഷൻ, ആൽക്കഹോളിക് മൂവ്മെന്റ് മുതൽ ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ ഫോർമേഷൻ വരെയുള്ള August 11, 1938 വരെയുള്ള ഒരു ഡോക്യുമെന്റ്. Amos was profoundly aware that he was involved in the creation of something revolutionary and അതായത് ആമോസിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, താൻ ബന്ധപ്പെട്ടിരിക്കുന്നത് വിപ്ലവകരമായ ഒരു മാറ്റം വരുത്തുന്ന ഒരു ഫൗണ്ടേഷനിലാണ്. കോൺഷ്യസ് ഓഫ് ഹിസ് പൊസിഷൻ, വളരെ ശ്രദ്ധാപൂർവം തൻ്റെ അതിനകത്ത് പൊസിഷൻ എന്താണെന്നും അടുത്ത എപ്പിസെന്റർ ഓഫ് ദിസ് മേജർ ഹിസ്റ്ററിക്കൽ ഇവന്റ്, ഒരു ചരിത്ര പ്രധാനമുണ്ടാകുന്ന വലിയ ഒരു സംഭവമാണിതെന്നും ഹി ഫെൽറ്റ് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു റെക്കോർഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ദ മൂവ്മെന്റ്. അങ്ങനെ അദ്ദേഹത്തിന് തീർച്ചയായും തോന്നി, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം എഴുതി വെക്കേണ്ടതുണ്ട്. had begun and seen be sent in motion so that they would be properly preserved for posterity. അപ്പോൾ തീർച്ചയായും ഇത്തരം ഒരു ഇത് നമ്മുടെ ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷനിൽ മൂവ്മെന്റ് ബിഗാൻ ബി ഇൻ മോഷൻ, അതായത് ഫൗണ്ടേഷനിൽ മോഷനായിട്ട് വെക്കുകയും അങ്ങനെ അദ്ദേഹം അത് എഴുതുകയും ചെയ്തു. ഫ്രാങ്ക്സ് ഹിസ്റ്ററി. അപ്പൊ ഫ്രാങ്കിന്റെ ചരിത്രം പറയുന്നത് ടെൽസ് എ ഡീറ്റെയിൽഡ് സ്റ്റോറി അബൌട്ട് ദ December 1937 മീറ്റിംഗ് അറ്റ് റോക്ക്ഫെല്ലർ സെന്റർ. 1937 ഡിസംബറിൽ ആ അത്താഴ വിരുന്ന് മുതലുള്ള ഒരു ചരിത്രമാണത്. ആൻഡ് ദ കോൺഫറൻസ് ഹെൽഡ് എമോങ് ദ 4 Rockefellers men immediately afterward being going to describe his trip to Akron. അപ്പോൾ 4 പേരടങ്ങുന്ന അവരുടെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ മീറ്റിങ്ങിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അക്രോണിക്കിലുള്ള യാത്രകളെ കുറിച്ചും ദെൻ റീകൗണ്ടിങ് ആൻഡ് കൺസേൺസ് ഓവർ മണി, അപ്പം പണത്തെക്കുറിച്ചുള്ള ആശങ്കകളും വിച്ച് ലീഡ് ടു ദ ക്രിയേഷൻ ഓഫ് ദ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ, ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ രൂപീകരണത്തെക്കുറിച്ചും ആമോസ് സപ്ലൈസ് എ വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ. വളരെ ധനികമായിട്ടുള്ള ഒരു വിവരണമാണ് ഈ ഡോക്യുമെന്റിൽ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. This document appears nowhere else in the contemporary record, making it is a valuable piece of writing for any common history of Alcoholics Anonymous. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള മറ്റൊരു ഡോക്യുമെന്റ് നമ്മൾക്ക് ഇപ്പോൾ നിലവിലില്ല. ആൻഡ് വി മസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ ടു ഫ്രാങ്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രാങ്കിനോട് കൃതജ്ഞതയുള്ളവരാണ് ഫോർ ഹിസ് ഫോർസൈറ്റ്, അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ദർശനം, ആൻഡ് ഹിസ് കമ്മിറ്റ്മെന്റ്, അദ്ദേഹത്തിന് നമ്മൾ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ് ടു ഗെറ്റിംഗ് ഓൾ ഓഫ് ദിസ് വണ്ടർഫുൾ ഡീറ്റെയിൽസ് ഡൗൺ ഓൺ പേപ്പർ. അതായത് ഈ പേപ്പറിൽ ഇതെല്ലാം കൃത്യമായി വിവരിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദ ഫോളോയിങ് മൺഡേ, അടുത്ത തിങ്കളാഴ്ച, ഇൻ ദ ഇൻട്രസ്റ്റ്
of historical accuracy, he took the additional step of asking both Hang and Bill to review and correct the document before it was finally typed. അപ്പോൾ ഹാങ്കിനോടും ബില്ലിനോടും ഈ പറയുന്ന ഡോക്യുമെന്റ് ഒന്ന് നോക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. 570 Lexington Ave, New York City. Mr. Henry G. Pagan, New York. Dear Hank, അദ്ദേഹത്തിന്റെ ഹാങ്കിന് ലെറ്റർ ഇതാണ്. ഇറ്റ് ഈസ് മൈ ഇന്റൻഷൻ, എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ദാറ്റ് ദ അറ്റാച്ച്മെന്റ് മെമ്മോറാണ്ടം വിച്ച് മിസ് ജോർ wrote to me placed in a permanent record of the Alcoholic Foundation, so that in future years anyone reading the minutes will know the history of the movement from the time that we before became interested in it. അപ്പം അദ്ദേഹം പറയാണ് ഇങ്ങനെ ഒരു പേപ്പറിൽ ഈ ആൽക്കോഹോളിക് ഫൗണ്ടേഷന്റെ ഒരു ചരിത്രം എനിക്ക് എഴുതാൻ പോവുകയാണ്. ഭാവിയിൽ ആരെങ്കിലും നമ്മുടെ കാര്യങ്ങൾ മിനിറ്റ് വായിച്ചു നോക്കിയാൽ നമ്മുടെ ചരിത്രം മനസ്സിലാക്കാൻ കഴിയും. ഐ വുഡ് അപ്രീഷിയേറ്റ് ഇറ്റ് ഇഫ് യു വുഡ് റീഡ് ഇറ്റ് ഓവർ വെരി കെയർഫുള്ളി. അപ്പോൾ ഞാൻ അയക്കുന്ന ഈ ഡോക്യുമെന്റ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഒന്ന് വായിക്കണം. ഇഫ് യു ഫൈൻഡ് എനിത്തിങ് റോങ്, എന്തെങ്കിലും തെറ്റ് കാണുകയാണെങ്കിൽ, ഇഫ് യു ഹാവ് എനി സജഷൻ, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ, എനി കൈൻഡ് ഓഫ് ഇംപ്രൂവിങ് ഇറ്റ്, എന്തെങ്കിലും തരത്തിൽ അത് ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ, എന്നെ അറിയിക്കണം. ഐ തിങ്ക് ബിൽ വിൽസൺ ഷുഡ് ഓൾസോ റീഡ് ഇറ്റ് ബിക്കോസ് ഐ ഫൈനലി ടൈപ്പ്ഡ്. ബിൽ വിൽസൺ കൂടി ഇത് വായിക്കണം, ഇത് അവസാനം ടൈപ്പ് ചെയ്യുന്നത് വരെ. ഐ ഹാവ് 2 or 3 intimate ഫ്രണ്ട്സ്, എനിക്ക് 2-3 എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, who are already ഫെയർലി ഫെമിലിയർ വിത്ത് ദിസ് വർക്ക്. അതായത് ഇവര് ഈ ജോലികളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. ഹും ഐ വാണ്ട് ടു ഗിവ് എ കോപ്പി ഓഫ് ദിസ് അലോങ് വിത്ത് യുവർ പ്രോസ്പെക്ടസ് ഓഫ് ദ ബുക്ക്. അപ്പൊ നിങ്ങളുടെ ബുക്കിന്റെ പ്രോസ്പെക്ടസ് ഉൾപ്പെടെ എനിക്കിത് അവർക്കും കൊടുക്കണം. ആസ് സൂൺ ആസ് യു ആൻഡ് ബിൽ ആസ് പാസർ ഓൺ ഇറ്റ്, നീയും ബില്ലും അല്ലെങ്കിൽ ഹാങ്പിയും ബില്ലും ഇത് എനിക്ക് തിരിച്ചു തരുന്നതിനൊപ്പം ഇറ്റ് ക്യാൻ ബി കോപ്പീഡ്, ഞാനിത് കോപ്പി എടുക്കും. ഐ ഷുഡ് ലൈക്ക് ടു അബൌട്ട് 6 copies ഇൻക്ലൂഡിംഗ് ദ ഒറിജിനൽ. 6 കോപ്പികളെടുത്ത് ഈ ഒറിജിനലോടൊപ്പം ഞാൻ അവർക്ക് കൊടുക്കും. യുവേഴ്സ് സിൻസിയർലി യുവേഴ്സ് ഫ്രാങ്ക് ബി ആമോസ്. ഫ്രാങ്ക് ബി ആമോസ്, നിങ്ങളുടെ യുവേഴ്സ് സിൻസിയർലി യുവേഴ്സ് ഫ്രാങ്ക് ആമോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് ഹാങ് പിക്ക് അയക്കുന്നത്. ഡിസ്പൈറ്റ് ദ അഡീഷണൽ റിവ്യൂ ബൈ ദിസ് 2 direct participants, there are still some misstatements in this account, in particular with the dating, but these are minor. അപ്പോൾ ഈ 2 പേർക്കും കത്തയക്കുന്നതിനൊപ്പം ചില ഫ്രാങ്ക് ആമോസ് ഹിസ്റ്ററിയിൽ ഡിഡ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് ജോബ്. ഫ്രാങ്ക് ആമോസ് ഈ ചരിത്രത്തിൽ ചില വ്യക്തമായ ജോലി ചെയ്തു. ഓഫ് പ്രസന്റിങ് ദ ബാക്ക് സ്റ്റോറി ഓഫ് ആൽക്കോഹോളിക്സ് അനോണിമസ്, അതായത് ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ മുൻകാല ചരിത്രത്തിലേക്ക് ചില സംഭാവന ചെയ്തു. വിച്ച് വാസ് ലാർജ്ലി മിസ്സിംഗ് ഫ്രം ദ ഔട്ട്ലൈൻ ആൻഡ് ദ 2 chapters ഇൻക്ലൂഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ഓഫ് ദ ബുക്ക്. അതായത് ഈ പറയുന്ന 2 ചാപ്റ്ററിനോടൊപ്പം ഈ പറയുന്ന ഹിസ്റ്ററിയും കൂടി വെച്ചു. ദ ഡോക്യുമെന്റ് വുഡ് therefore provide an excellent introduction to the work for the friends who, on the basis of their friendship alone, would likely have read all the additional 8 pages. അപ്പൊ 8 പേജുകളിലായി ഫ്രാങ്ക് ആമോസ് എഴുതിയ ഈ ചരിത്രം എന്ന് പറയുന്നത് 2 കൂട്ടുകാർ ചേർന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് എത്ര എക്സലന്റ് ആയിട്ടുള്ള ഇൻട്രഡക്ഷൻ ആണ് ആൽക്കോഹോളിക്സ് അനോണിമസ് നൽകിയതിനെ കുറിച്ചാണ്. ബിയോണ്ട് ദിസ് ഫ്യൂ ഫ്രണ്ട്സ് മെൻഷൻ, അപ്പൊ ഇത്തരം കൂട്ടുകാരിൽ നിന്ന് മെൻഷൻ ഇൻ ദിസ് ലെറ്റർ ടു ഹാങ്, ഇറ്റ് ഇസ് അൺനോൺ വെദർ ബിൽ ആൻഡ് ഹാങ് എവർ ഇൻക്ലൂഡ് ഇൻ എനി ഓഫ് ദർ എക്സ്ട്രാ കോപ്പീസ് ഓഫ് ദ അവമോസ് ഹിസ്റ്ററി ഇൻ ദ പ്രൊമോഷണൽ പാക്കേജ് സെൻഡ് ഔട്ട് ടു പ്രോസ്പെക്റ്റീവ് ഡോണർ ആഫ്റ്റർ ദ മിഡിൽ ഓഫ് ഓഗസ്റ്റ്. അപ്പോൾ ഈ ചരിത്രത്തോടൊപ്പം മറ്റേതെങ്കിലും ആളുകൾക്ക് ഇതിന്റെ കോപ്പി അയച്ചോ എന്നുള്ളത് വ്യക്തമല്ല. ഫ്രാങ്ക് ആമോസ് certainly felt it made up a valuable addition to any paper and might make a potential donors to obviously intended them to use it such. അതായത് ധനികരായ ഏതെങ്കിലും മനുഷ്യർക്ക് നമ്മുടെ പ്രോസ്പെക്ടസ് ബുക്കിന്റെ ഈ പറയുന്ന 2 പേജ് കോപ്പികളും ഈ പറയുന്ന ചരിത്രവും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് വാല്യുബിലിറ്റി ഉണ്ട്, ഒരു വ്യക്തമായിട്ടുള്ള ആളുകൾ പണം തരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഫ്രം അനദർ പ്രോസ്പെക്ടീവ്, മറ്റൊരു വശം പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഓൾസോ ബി നോട്ട് ദാറ്റ് മറ്റൊരു ആമോസ് എഫേർട്സ് അമൗണ്ടഡ് ടു നോട്ടിംഗ് ലെസ് ദാൻ ദ ഹിസ്റ്ററി ഓഫ് ഹാങ് ഹാഡ് എൻകറേജ് ഫ്രാങ്ക് ടു റൈറ്റ് അപ്പ് ദിസ് ഡീറ്റെയിൽ അക്കൗണ്ട്. അപ്പോൾ ഈ ചരിത്രത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന ഈ ഭാഗം ബുക്കിന്റെ തുടക്കത്തിൽ വെക്കാനായിട്ട് ഹാങ്കിന് താല്പര്യമുണ്ടായിരുന്നു. ബട്ട് വാട്ട് എവർ ദ എക്സാക്ട് ടെമ്പറേച്ചർ ഓഫ് ക്രിയേറ്റിംഗ് ദിസ് വാല്യുബിൾ ഡോക്യുമെന്റ്, ഇറ്റ് ഈസ് ബോത്ത് മെൻസ് വളരെ everlasting credit that it was written, reviewed and then preserved for
സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന നമ്മുടെ ഹിസ്റ്ററിയുടെ ചരിത്ര സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജഡ്ജ് കേസി ആൻഡ് ദ പ്രോസ്പെക്ട് ഓഫ് ദ DC സാനിറ്റോറിയം. വൈൽ ദ ഡിസപ്പോയിന്റിംഗ്ലി സ്മോൾ കോൺട്രിബ്യൂഷൻ ഫ്രം റോക്ക്ഫെല്ലർ, അതായത് നമുക്കറിയാം റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ വളരെ ചെറിയൊരു തുകയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഹാർഡ് എൻറ്റഡ് എനി ഹോപ്പ് ഓഫ് ഡോക്ടർ ബോബ് റണ്ണിങ് ആൻ ആൽക്കോളിക് ഹോസ്പിറ്റൽ ആൻഡ് അക്രോഡ്. അപ്പോൾ ചെറിയൊരു തുക ലഭിച്ചത് കൊണ്ട് മാത്രം ഡോക്ടർ ബോബിന് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഹോസ്പിറ്റൽ ആക്രോണിൽ തുടങ്ങുക എന്ന് പറയുന്ന എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ബിൽ റിസീവ്ഡ് എ ലെറ്റർ ഇൻ ഏർലി ഓഗസ്റ്റ് that quickly developed into the possibility that they might be able to open their own sanatorium or drugs in Washington DC in the very near future. മറ്റൊരു കത്തില് ബിൽ വിൽസൺ അവരോട് പറയുന്നത് വാഷിംഗ്ടൺ DC-യിൽ നമുക്ക് സാനിറ്റോറിയം തുടങ്ങാൻ പറ്റും, തീർച്ചയായും ആൽക്കഹോളിക്കിന് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ തുടങ്ങാൻ കഴിയുമെന്നുള്ള ഒരു കത്താണ്. ദിസ് വാസ് എ സച്ച് എ സോളിഡ് ആൻഡ് ടെംപ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് ബിൽ വിൽസൺ ലോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് മന്ത് ആസ് ഹി ട്രൈഡ് ടു ടേൺ ഹിസ് ഡ്രീം ഫോർ ഫൗണ്ടിങ് ദ ഫസ്റ്റ് AA സാനിറ്റോറിയം ഇൻടു എ റിയാലിറ്റി. അതായത് തൻ്റെ സ്വപ്നമായിട്ടുള്ള ഒരു സാനിറ്റോറിയം രൂപീകരിക്കുക എന്ന് പറയുന്ന അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മാസക്കാലം ബിൽ വിൽസൺ എല്ലാ സമയത്തും ഈ പറയുന്ന വാഷിംഗ്ടൺ DC-യിൽ പോവുകയും അവിടെ അത് തുടങ്ങാനായിട്ടുള്ള അല്ലെങ്കിൽ പലരുടെയും പ്രതീക്ഷയാണ് ഒരു സാനിറ്റോറിയം തുടങ്ങാനായിട്ട് അദ്ദേഹം സമയം ചെലവഴിച്ചു. ദ എക്സൈറ്റിംഗ് ന്യൂസ് കെയിം ഇൻ എ ലെറ്റർ ഫ്രം വിക്ടർ ഹൈസർ. വിക്ടർ ഹൈസർ ദ പ്രസിഡന്റ് ഓഫ് ദ നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചർ ഹു ടോൾഡ് ബിൽ, അതായത് ബില്ലിനൊരു കത്ത് എഴുതാണ്. വിക്ടർ ഹൈസർ എന്ന് പറയുന്ന ആള് പ്രസിഡന്റാണ്, നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചേഴ്സിന്റെ പ്രസിഡന്റ് ആയ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഐ തോട്ട് perhaps it might be of interest to you to know that Judge Walter Casey of the Police Court of the District of Columbia has expressed an interest in the town's treatment for alcoholism and drug addiction. അപ്പം മറ്റൊരു ജഡ്ജ് വാൾട്ടർ ജെ കേസി ഓഫ് ദ പോലീസ് കോർട്ട് ഓഫ് ദ ഡിസ്ട്രിക്ട് ഹാസ് എക്സ്പ്രസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ ടൗൺസ്, അതായത് ടൗൺസ് ട്രീറ്റ്മെന്റിലേക്ക് ചികിത്സയ്ക്ക് പോകാനായി താല്പര്യപ്പെടുന്നു. ഇറ്റ് വുഡ് പ്രോബബ്ലി ബി അഡ്വൈസബിൾ ഫോർ യു ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം. അതുകൊണ്ട് ബിൽ വിൽസണോട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പറയുന്നു. പെർഹാപ്സ് ദിസ് മൈറ്റ് ബി ഓഫ് ഇൻട്രസ്റ്റ്. വിൽസൺ വാസ് ഓഫ് കോഴ്സ് വെരി ഇൻട്രസ്റ്റഡ് ആൻഡ് എലൈറ്റഡ് ബൈ ദ ന്യൂസ്. അപ്പോൾ ഈ വാർത്ത കേട്ട ബിൽ വിൽസൺ വളരെ സന്തോഷവാനായി. ദിസ് വാസ് എക്സാക്ട്ലി വാട്ട് ഹി കോപ്പഡ് വുഡ് സ്റ്റാർട്ട് ടു ഹാപ്പൻ വിത്ത് ഇൻക്രീസിങ് റെഗുലാരിറ്റി. അപ്പോൾ അത് ഇങ്ങനെയുള്ള ആളുകളുടെ സ്ഥിരമായിട്ടുള്ള സന്ദർശനം നമുക്ക് അധികം ആളുകളെ ലഭിക്കുകയും ആസ് പീപ്പിൾ ബിക്കം മോർ ഫെമിലിയർ വിത്ത് ദെയർ വർക്ക്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ദേ വുഡ് ബിഗിൻ ടു ടോക്ക് അബൌട്ട് ദ അമേസിംഗ് സക്സസ് റേറ്റ് ഓഫ് ആൽക്കോളിസം. അവർ ഈ ആൽക്കോളിസം അനോണിമസിന്റെ വിജയ കഥകൾ എല്ലായിടത്തും പറയുകയും ദിസ് വുഡ് ലീഡ് ടു എ ഗ്രോയിങ് നമ്പർ ഓഫ് പേഴ്സണൽ റെക്കമെൻഡേഷൻസ് ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. അപ്പോൾ ഈ തരത്തിൽ പേഴ്സണലായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള AI-യുടെ റെക്കമെൻഡേഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ബിൽസ് വിഷൻ ഓഫ് ഹൗ ദേ വുഡ് നെറ്റ്വർക്ക്, അങ്ങനെയുള്ള ഒരു ദർശനം ബിൽ വിൽസണുണ്ടായി. ഇങ്ങനെയുള്ള നെറ്റ്വർക്കിലൂടെ റീച്ച് മോർ ആൻഡ് മോർ പൊട്ടൻഷ്യൽ ഡോണേഴ്സ് ആൻഡ് ഫൈനലി ബിഗിൻ ടു വർക്ക്. അങ്ങനെ നമ്മളുടെ ഈ പ്രവർത്തനത്തിന് കൂടുതൽ ആളുകൾ കടന്നു വരികയും ഈ നെറ്റ്വർക്ക് വ്യാപിക്കുകയും ചെയ്യും. വിൽസൺ ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഹേസ്റ്റർ ബൈ വൺ ഓഫ് മിസ്റ്റർ റോക്ക്ഫെല്ലർ അസോസിയേറ്റ്സ് ലൈക്ലി വില്ലാർഡ് റിച്ചാർഡ്സൺ. വില്ലാർഡ് റിച്ചാർഡ്സിനെ പോലെയുള്ള മറ്റൊരു അസോസിയേഷൻ ആണ് ഹേസർ. അദ്ദേഹത്തിന് they had met sometimes earlier, probably during the third week of ജൂലൈയിൽ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ട്. ബട്ട് ബിൽ ഹാഡ് ബീൻ ഡിസപ്പോയിന്റഡ് ബൈ ദാറ്റ് മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ചില നിരാശകൾ അദ്ദേഹത്തിന് ബിൽ വിൽസനായിട്ട്. ഇറ്റ് സീംഡ് അറ്റ് ദ ടൈം ആസ് ദോട്ട് ഹി ഹാഡ് ലിറ്റിൽ ഇൻട്രസ്റ്റ്. വളരെ ചെറിയ ഇൻട്രസ്റ്റ് ആണ് ബിൽ വിൽസനും ഉണ്ടായിരുന്നുള്ളൂ. ഹി ടോൾഡ് ഫിറ്റ്സിനോട് ഇങ്ങനെ പറയാം: വെൻ റൈറ്റിംഗ് ഹിം വിത്ത് ന്യൂസ് ഓഫ് ദിസ് ജഡ്ജ് ഇസ് വാഷിംഗ്ടൺ ബട്ട് അപ്പാരന്റ്ലി ഹി ടുക്ക് ഫയർ ടു സം എക്സ്റ്റെന്റ്. അപ്പം ചെറിയൊരു താല്പര്യം മാത്രമേ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നെങ്കിലും അവര് ഇങ്ങനെയുള്ള ഒരു കത്ത്, അതായത് ഇങ്ങനെ ഒരാളെ പോയി ജഡ്ജ് കേസിനെ പോയി കാണാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ചെറിയൊരു താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹം തീ കത്തിച്ചു കഴിഞ്ഞു. പാസിംഗ് ദാറ്റ് പ്രൊമോഷണൽ പാക്കേജ് എലോങ് വിത്ത് ഇൻട്രസ്റ്റ് പാർട്ടീസ് എവൻച്വലി കാച്ചിങ് ദ അറ്റൻഷൻ ഓഫ് ജഡ്ജ് കാറ്റൽ കേസ്. അവരുടെ ഈ പറയുന്ന ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനുള്ള ഈ പാക്കേജ് ജഡ്ജ് വാൾട്ടർ കേസിയുടെ മറ്റൊരു കയ്യിലെത്തി. ബിൽ റോട്ട് ബാക്ക് ടു ഹേസർ എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. ഹേസറിന് വീണ്ടും കത്തെഴുതി thanking him for the referral and noting that, അതായത് ശുപാർശ ചെയ്തതിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. It so happens that one of our most active men lives in near Washington and I have asked him to call upon Judge Casey. അദ്ദേഹം ഇങ്ങനെയാണ് കത്തി പറഞ്ഞത്: എനിക്ക് നേരിട്ട് പോകാൻ കഴിയും, പക്ഷേ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ വാഷിങ്ടണിലുണ്ട്, അദ്ദേഹം ജഡ്ജ് കേസിയുമായിട്ട് ബന്ധപ്പെടും. ഐ തിങ്ക് യു വിൽ ബി ഇൻട്രസ്റ്റഡ്. നിങ്ങൾക്കും അതിനകത്ത് താല്പര്യമുണ്ടാകും. In the enclosed letter, which I don't have with me the other day from the chief physician of Towns Hospital. അപ്പം
Please let me know of any case of alcoholism where you think our group might be helpful. അപ്പം നിങ്ങൾക്കറിയാം ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിന്റെ ഫിസിഷ്യനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആൽക്കഹോളിസത്തിന് സഹായകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിന് ചെയ്യാൻ കഴിയും. നിങ്ങൾ സഹായകരമായി പ്രവർത്തിക്കണം. ആൻഡ് പ്ലീസ് ഓൾസോ ഫോർഗിവ് മൈ tardiness and acknowledging the very pleasant interview I had with you. അപ്പോൾ നേരത്തെ അദ്ദേഹം തമ്മിൽ കണ്ടുമുട്ടിയ ആ കാര്യത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയാണ്. ഫൈനലി ദേ ഹാഡ് എ സോളിഡ് ലീഡ്. അങ്ങനെ അവിടെ ഒരു സോളിഡ് ലീഡ് വരികയാണ്. For Fitzmayo, one that was right of his own backyard. On Monday, August 8, Bill wrote Fitz, enclosing a copy of Hayes's letter and gently suggesting, perhaps you will want to call on Judge Casey. അതായത് ഫിറ്റ്സ് മയോയെ കത്തെഴുതാണ് ആഗസ്റ്റ് 8 മൺഡേയിൽ. അതായത് നിങ്ങൾ ജഡ്ജ് കേസിനെ കാണണം. ഫിറ്റ്സ് ഡിഡ്ന്റ് നീഡ് മച്ച് ഇൻ ദ വേ ഓഫ് എൻകറേജ്മെന്റ് ആൻഡ് ഹി മാനേജ് ടു ഗെറ്റ് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് ദ ജഡ്ജ് ദാറ്റ് വെരി വീക്ക്. അപ്പോൾ ആ ആഴ്ചയിൽ ജഡ്ജുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് അദ്ദേഹം എടുക്കണം. അക്കോർഡിംഗ് ടു ബില്ല് പറയുന്നതാണ് ജഡ്ജ് വാൾട്ടർ കേസി വാസ് എ മോസ്റ്റ് പബ്ലിക് സ്പിരിറ്റഡ് മാൻ. അതായത് പൊതുവായിട്ട് അറിയപ്പെടുന്ന വലിയൊരു മനുഷ്യനാണ് ജഡ്ജ് കേസി. ആൻഡ് വെരി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ. കൊളംബിയ ഡിസ്ട്രിക്റ്റിലെ അറിയപ്പെടുന്ന ഒരാളാണ്. ഇൻ അഡീഷൻ അതുകൂടാതെ ഹി ഹാഡ് എ ഫെയർ ഡിഗ്രി ഓഫ് നോട്ടറിറ്റി ആസ് ഓൺ നോ നോൺസെൻസ് ജഡ്ജ് നോട്ട് ഓൺലി ഇൻ വാഷിംഗ്ടൺ ബട്ട് ഓൾസോ നാഷണലി. അപ്പൊ അവിടെ വാഷിംഗ്ടണിന്റെ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. Just 2 years earlier, he had famously jailed in 2 years earlier, 2 വർഷങ്ങൾക്ക് മുമ്പ് he had famously jailed a sitting US congressman who had publicly declared Casey could go to hell after the judge issued a warrant for his arrest. അതായത് ഈ ജഡ്ജിനോട് go to hell എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്തപ്പെട്ട ഒരു മനുഷ്യ കൂടി ഉണ്ടായിരുന്നു. A year later, ഒരു വർഷത്തിന് ശേഷം ദ ജഡ്ജ് ഗെയിനഡ് ഈവൻ മോർ നാഷണൽ അറ്റൻഷൻ. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ദേശീയ ശ്രദ്ധ നേടി. വെൻ ഹിസ് പിക്ചർ അപ്പിയർഡ് ഇൻ എ ലൈഫ് മാഗസിൻ ആർട്ടിക്കിൾ. ലൈഫ് മാഗസിൻ ആർട്ടിക്കിളിൽ അദ്ദേഹത്തിന്റെ ചിത്രം വന്നു. ഡിസ്ക്രൈബിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹൗ ഹി ഹാഡ് സെന്റൻസ്ഡ് എ വുമൺ, ഒരു വുമനെ ഇൻ ജയിൽ, ഒരു ജയിലിലിട്ട് ഫോർ ചൈൽഡ് ബീറ്റിംഗ്. അതായത് ഒരു കുട്ടിയെ അടിച്ചതിന് ഒരു സ്ത്രീയെ ജയിലിലാക്കി. ഇയേഴ്സ് ലേറ്റർ ജഡ്ജ് ഹേസ് also showed up on May 1940 issue of the AA Grapevine. AA Grapevine 1947 മെയ്യിൽ ജഡ്ജ് കേസിയുടെ ഇത് വന്നു, which quoted extensively from a paper in had written a judge's view of alcoholism. അതിന്റെ പേര് ഇങ്ങനെയാണ്, a judge's view of alcoholism. ആൽക്കഹോളിസത്തെ കുറിച്ച് ഒരു ജഡ്ജിയുടെ ദർശനം എന്നതിനെ പറ്റിയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ചേട്ടാ. ഓക്കെ, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു.